ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. ബഹുമാനരായ ലുക്മാൻ സർ, മൻസൂർ സർ, അദ്നാൻ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കുട്ടികളെ, വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ള കുറേ സെഷൻസിൻ്റെ ഒരു എൻഡിലാണ് നമ്മളുള്ളത്. CUET എന്നുള്ളത് നമ്മുടെ ലൈഫിൽ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. എസ്പെഷ്യലി CUET അല്ലെങ്കിൽ അത്തരം ഒരു CUET എന്നുള്ളത് മാത്രമല്ല, ഇൻ ജനറൽ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷന് പോകുക എന്നുള്ളത് നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പം അതിനെക്കുറിച്ച് വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. എത്ര ആളുകൾ, നിങ്ങളൊരു ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓഡിയൻസിന്, എത്ര ആൾക്കാർ 12th പഠിക്കുന്ന ആൾക്കാർ, എത്ര ആൾക്കാരുണ്ട്? എത്രയധികം ആൾക്കാരുണ്ട്? സയൻസുകാരൊന്ന് കൈ പോക്കുക. സയൻസ് എത്രയധികം സയൻസാണ്. കൊമേഴ്സുകാർ കുറച്ചുണ്ട്. ഹ്യൂമാനിറ്റീസ് ഉണ്ടോ? കുറച്ച് ആൾക്കാരുണ്ട്. പിന്നെ 11th ആരെങ്കിലും ഉണ്ടോ? 11th അങ്ങനെ അറിയില്ല. 10th ഉണ്ടോ? 10th കുറച്ച് ആൾക്കാരുണ്ട്. എല്ലാവരും യൂണിഫോം എവിടെ നിന്നാണ്? ഏത് സ്കൂളിൽ നിന്നാണ്? എവിടെ നിന്നാണ്? മനാറുൽ ഹുദ. എവിടെയാണ്? വേങ്ങര. വേങ്ങര മനാറുൽ ഹുദ. ഏത് ക്ലാസ്സിൽ ഞങ്ങൾ? 9th. വെരി ഗുഡ്, ഗുഡ് ഗുഡ് ഗുഡ്. ഓക്കെ, ജസ്റ്റ് നമ്മളൊരു ഓഡിയൻസിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് നിങ്ങളോട് ആദ്യം, ഞാനിതിൻ്റെ സംഘാടകരെ ആദ്യം അഭിനന്ദിക്കുകയാണ്. കാരണം വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കിൽ നല്ല ഫാക്കൽറ്റീസിനെ വെച്ചുകൊണ്ട് നല്ലൊരു സെഷൻ എന്നുള്ളത് ഇന്നത്തെ കാലത്ത് വളരെ പ്രധാനമാണ്. നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. ഇവിടെ ഒരു 2-3 hours നിങ്ങൾ വന്നിരുന്ന് സ്പെൻഡ് ചെയ്യാൻ റെഡിയായി എന്നുള്ളത് നിങ്ങളുടെ ലൈഫിലെ നല്ലൊരു സ്റ്റെപ്പാണ്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നമ്മൾ എവിടെ നോക്കുമ്പോഴും ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് അവൈലബിൾ ആണ്, അല്ലേ? നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ, പല രീതിയിലുള്ള ഇൻഫർമേഷൻ അവൈലബിൾ ആണ്. പലപ്പോഴും എനിക്ക് പ്രശ്നമായി തോന്നിയിട്ടുള്ളത്, ഇപ്പോൾ ഞാനൊക്കെ മേ ബി എൻട്രൻസ് ഒക്കെ എഴുതുന്ന സമയത്ത് ഒരു ഇൻഫർമേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പത്രത്തിൽ നോക്കണം, പത്രത്തിൽ എന്തൊക്കെയാണ് വന്നത്. ഒരു പേയ്മെൻറ്റ് നടത്തണം എന്നുണ്ടെങ്കിൽ ബാങ്കിൽ പോയി ചലാൻ അടച്ചിട്ടൊക്കെ പേ ചെയ്യണം. നിങ്ങളിപ്പോൾ ഒന്ന് UPI ഉപയോഗിച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ടാവുക. അതായത് ബാങ്ക് പോയിട്ട് വേണം ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ, ചലാനൊക്കെ അടക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ബട്ട് ഒരു 10 വർഷത്തിന് 12 വർഷത്തിനപ്പുറം നമ്മുടെ ചുറ്റും ഇൻഫർമേഷൻ കൂടിയ പ്രശ്നമേ നമുക്കുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റും ആളുകൾ നമുക്ക് പറഞ്ഞിരുന്നുണ്ട്. പക്ഷേ ഒരു റൈറ്റ് ഇൻഫർമേഷൻ, ഒരു റൈറ്റ് ആയിട്ട് ഓരോ കാര്യം എങ്ങനെ ചെയ്യണം എന്നുള്ളത്, ആ ഒരു മെൻറ്റർഷിപ്പാണ് നമുക്ക് ശരിക്കും വേണ്ടത്. ഇന്ന് നിങ്ങൾക്ക് പഠിക്കാൻ ക്ലാസ്സുകളില്ലാത്ത പ്രശ്നമല്ല. ഇന്ന് ലേണിംഗ് എന്നുള്ളത് വളരെയധികം ഡെമോക്രറ്റൈസ്ഡ് ആണ്. അതായത് നിങ്ങൾക്ക് എന്ത് പഠിക്കണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനിൽ റിസോഴ്സസ് അവൈലബിൾ ആണ്. പക്ഷെ നമുക്ക് ആവശ്യം ഗൈഡൻസ് ആണ്, ഒരു കൈൻഡ് ഓഫ് മെൻറ്റർഷിപ്പാണ്. അപ്പോൾ അത് ലാ പ്രോക്സിമ അക്കാഡമിക്ക് നൽകാൻ സാധിക്കും. എസ്പെഷ്യലി അദ്നാനെ പോലുള്ള ഒരു ഏബിൾ ആയിട്ടുള്ള ലീഡർക്ക് നൽകാൻ സാധിക്കും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, എന്നോട് സംസാരിക്കാൻ പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക് എന്നുള്ളത്, ഇന്നത്തെ കാലത്ത് ഒരു AI-യുടെ ഒരു ഇറയിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഇറയിലാണ് നമ്മൾ ഓൾറെഡി ഉള്ളത്. അപ്പോൾ അവിടെ നമ്മുടെ കരിയറിനെ, നമ്മുടെ ഫ്യൂച്ചറിനെ എങ്ങനെ ഷെയ്പ്പ് ചെയ്യണം എന്നുള്ളതാണ് നമ്മളോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടുള്ളത്. പ്രോബ്ലി വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. കാരണം ഇത് വലിയൊരു വിഷയമാണിത്. കാരണം നമ്മൾ പോലും എന്താ പറയുക, വളരെ സ്പീഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ്, വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം വെറുതെ ഇങ്ങനെ എൻ്റെ ഫേസ്ബുക്ക് മെമ്മറീസ്, ഇങ്ങനെ ഫേസ്ബുക്കിൽ മെമ്മറീസ് എന്ന് പറഞ്ഞു വരും. നിങ്ങൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അറിയാം, നിങ്ങൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരു 3 വർഷം മുമ്പത്തെ ഒരു പോസ്റ്റ് ഇങ്ങനെ കാണിച്ചു. അപ്പോൾ ആ പോസ്റ്റിൽ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ChatGPT-നോട് മലയാളത്തിൽ സംസാരിക്കുന്നത് ഒരു പോസ്റ്റായിട്ട് ഇട്ടതാണ്. അപ്പോൾ മലയാളത്തിൽ ChatGPT-നോട് ഞാൻ ചോദിച്ചു, സച്ചിൻ ടെണ്ടുൽക്കറിനെ കുറിച്ച് 5 വാചകങ്ങൾ എഴുതണം എന്ന് പറഞ്ഞു. അപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറിനെ കുറിച്ച് ChatGPT എഴുതിയ ആദ്യത്തെ വാചകം, സച്ചിൻ ടെണ്ടുൽക്കർ വളരെ പ്രധാനപ്പെട്ട ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു എന്നാ പോസ്റ്റ് ഉണ്ട്. ഞാൻ അങ്ങനെ ആലോചിക്കുന്നു, ഇന്നലെ ഇങ്ങനെ 3 വർഷം മുമ്പ്. ഇന്ന് അതേ ChatGPT-നോട് ചോദിച്ചാലോ, വളരെ കൃത്യമായിട്ടുള്ളൊരു മറുപടി നമുക്ക് ജെമിനിയൊക്കെ വളരെ അടിപൊളിയായിട്ട് മലയാളത്തിൽ സംസാരിക്കും, അല്ലേ? അപ്പോൾ ഞാൻ അന്നത് ഇങ്ങനെ ChatGPT-നെ കളിയാക്കിയിട്ടൊരു പോസ്റ്റ് ചെയ്യുന്നത്, മലയാളം എന്ത് ചെയ്തിട്ടില്ല, ഇപ്പോൾ വേണ്ടത്ര പഠിച്ചിട്ടില്ല. പക്ഷേ ബിയോണ്ട് ഒരു 2 years വളരെ അടിപൊളിയായിട്ട് മലയാളത്തിൽ ജെമിനിയും ChatGPT-ഒക്കെ സംസാരിക്കും, എഴുതും, ഇൻഫർമേഷൻസ് തരും. അതായത് ഈ ഒരു ടെക്നോളജിക്കൽ എവല്യൂഷൻ എന്നുള്ളത് വളരെ ഫാസ്റ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെയാണ് അതിനോട് അഡാപ്റ്റഡ് ആവേണ്ടത് എന്നുള്ളതാണ് പ്രോബ്ലി നമ്മൾ സംസാരിക്കാൻ പോകുന്നൊരു കാര്യം. ഞാനാണ് നിങ്ങളുടെ ഒരു സ്ഥാനത്തിരിക്കുന്നതെങ്കിൽ, ഒരു അഡ്വൈസ് ടു മൈ യങ്ങർ സെൽഫ്, ഇതാണ് ഞാൻ ഇതിനെ ടൈറ്റിൽ ചെയ്തിട്ടുള്ളത്. ഞാനാണ് നിങ്ങളുടെ സ്ഥലത്തിരിക്കുന്നതെങ്കിൽ
മേ ബി ഞാൻ വലിയൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളൊന്നല്ല, പക്ഷെ എൻ്റെ ഒരു 10 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ നിങ്ങളോട് എന്ത് പറയും, അല്ലെങ്കിൽ ഞാൻ എന്നോട് തന്നെ എന്ത് പറയും, ഇതാണ് ഇന്നത്തെ ഒരു വിഷയം എന്നുള്ളത്. ഓക്കെ, ഞാൻ വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കാം. വൈ ആർ യു ഹിയർ? എന്തിനാ ഇവിടെ വന്നിട്ടുള്ളത്? വെറുതെ വന്നതാ? പാരൻസ് നിർബന്ധിച്ചിട്ട് അല്ല, പിന്നെന്താ? പറഞ്ഞോ. ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വന്നതാണ്. എൻട്രൻസ് എക്സാമുകളെ കുറിച്ച് മനസ്സിലാക്കാൻ, ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് മനസ്സിലാക്കാൻ, കരിയേഴ്സിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി വന്നവരാണ്. സ്വന്തം ഇഷ്ടപ്രകാരം വന്ന എത്ര ആൾക്കാരുണ്ടെന്ന്? സ്വന്തം ഇഷ്ടപ്രകാരം വളരെ സത്യസന്ധമായി അല്ല, ഒരു പാരൻസ് പറഞ്ഞിട്ട് വന്ന എത്ര ആൾക്കാരുണ്ട്? ഫ്രണ്ട്സ് പറഞ്ഞിട്ട് വന്ന എത്ര ആൾക്കാരുണ്ട്? ഫ്രണ്ട്സ് ഒന്ന് വേണം, അത് പ്രശ്നമൊന്നുമില്ല, കൈവെക്കുക. യെസ്, പല കാരണങ്ങളാൽ എത്തിപ്പെട്ട ആൾക്കാരാണ് നമ്മൾ. നമ്മുടെ ഉള്ളിൽ കുറേ ചോദ്യങ്ങളുണ്ടാവും അല്ലേ? ഇന്ന കോഴ്സ് പഠിച്ച ചിലപ്പോൾ കുറേ കോളേജസിനെ കുറിച്ച് പറഞ്ഞു, സെൻട്രൽ യൂണിവേഴ്സിറ്റികളെ കുറിച്ച് പറഞ്ഞു, മേ ബി IIMസിനെ കുറിച്ച് അല്ലെങ്കിൽ IIT എന്തൊക്കെ പറഞ്ഞു, മുഴുവൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ഒരുപാട് ഇപ്പോൾ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയെ കുറിച്ച്, JNUവിനെ കുറിച്ച്, FLUവിനെ കുറിച്ചൊക്കെ പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യം, ഇതൊക്കെ പഠിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ അല്ലേ? ഇപ്പൊ സംഭവം ശരിയാണ്, ഇങ്ങനെ കുറെ യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഉണ്ട്, പക്ഷെ ഇവിടെ ഈ കോഴ്സൊക്കെ പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഇന്നത്തെ കാലത്ത് ഒരു BA മലയാളം പഠിച്ചിട്ട് കാര്യമുണ്ടോ? അല്ലെങ്കിൽ ഒരു BSc മാത്സ് എടുത്തിട്ട് കാര്യമുണ്ടോ? അതല്ല നമ്മൾ എഞ്ചിനീയറിങ്ങിനാണോ പോകേണ്ടത്? മെഡിസിനും എഞ്ചിനീയറിംഗ് അല്ലാത്ത വേറെ എന്ത് കോഴ്സാണുള്ളത് അല്ലേ? അപ്പോൾ ഇതിനൊക്കെ പോയിട്ട് സ്കോപ്പ് ഉണ്ടോ അല്ലെ? നമ്മളെല്ലാവരും ഇപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഇതിനൊക്കെ സ്കോപ്പ് ഉണ്ടോ? അതേപോലെ തന്നെ ഞാൻ ശരിക്കും എന്തിനാണ് പോവേണ്ടത്? യുക്മാൻ സാർ പാഷനെ കുറിച്ചൊക്കെ സംസാരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാറിൻ്റെ ക്ലാസ് എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. അപ്പോൾ ശരിക്കും ഞാൻ ഇതിനൊക്കെ തന്നെയാണോ പോകേണ്ടത്? എഞ്ചിനീയറിങ്ങിനാണോ അതല്ല ആർട്സിനാണോ സയൻസിനാണോ പോവേണ്ടത്? അതേപോലെ തന്നെ എൻ്റെ ഒരു റൈറ്റ്സ്, ഒരു കരിയർ ചോയ്സ് ഇതാണ് ഞാൻ പോകുന്നതെന്ന് ഉറപ്പിച്ച എത്ര ആൾക്കാരുണ്ട്? ഉറപ്പിക്കാൻ മീൻസ് ഏകദേശം ധാരണയുള്ള എത്ര ആൾക്കാരുണ്ട്? കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ചില ആൾക്കാർ മേ ബി സ്റ്റിൽ കൺഫ്യൂസ്ഡ് ആയിരിക്കും. എന്നാൽ ഇതിന് തന്നെയാണോ ഞാൻ പോവേണ്ടത് എന്നുള്ള ചോദ്യമുള്ള ആൾക്കാരുണ്ടാവും. എന്താണ് നമ്മുടെ റൈറ്റ് കരിയർ ചോയ്സ്? എസ്പെഷ്യലി നമ്മൾ പോകുന്ന ഏരിയാസിനെ എങ്ങനെയാണ് ഇമ്പാക്ട് ചെയ്യാൻ പോകുന്നത് അല്ലേ? ഇത് നമുക്ക് വലിയൊരു കൺസേൺ ആണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളെ ഭാവിയിൽ ടെക്നോളജി എങ്ങനെയാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ വേൾഡ് എങ്ങനെ വർക്ക് ചെയ്യണം നമ്മൾ മനസ്സിലാക്കണം. ഈ ലോകത്തെ മുന്നോട്ട് നയിക്കുന്ന 3 കാര്യങ്ങളുണ്ട്. ഈ ലോകത്തെ നമ്മളെ ഫ്യൂച്ചറിലോട്ട് ആസ് ഓഫ് നൗ ഈ ജനറേഷനെ മുന്നോട്ട് നയിക്കുന്ന 3 കാര്യങ്ങളാണുള്ളത്. ഈ 3 കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ആ 3 കാര്യങ്ങൾ, ഒന്ന് കണക്ടിവിറ്റിയാണ്. എന്താ കണക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ? നമ്മളെല്ലാവരും വെൽ കണക്റ്റഡ് ആണ് അല്ലേ? വെൽ കണക്റ്റഡ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു 10 വർഷം മുമ്പ് ഒരു ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇന്റർനെറ്റിൽ എന്തൊക്കെ ഡിവൈസസ് ഉണ്ടായിരുന്നത്? കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, ഇതൊക്കെ കണക്ട് ചെയ്യാം. പിന്നെ 2008-2009 സമയത്തൊക്കെയാണ് ഇന്റർനെറ്റിലോട്ട് ഫോൺ കണക്ട് ചെയ്യാൻ തുടങ്ങിയത്. ഫോൺ ഇന്റർനെറ്റിൽ കണക്റ്റഡ് ആയി. ഇന്ന് ഇന്റർനെറ്റിൽ ഫോണും ലാപ്ടോപ്പും മൊബൈൽ ഫോണും മാത്രമാണോ കണക്റ്റഡ്? അല്ല, വേറെ എന്തൊക്കെ കണക്റ്റഡ് ആണ്? എന്തൊക്കെ കണക്റ്റഡ് ആണ്? പറഞ്ഞോളൂ, നമുക്ക് കുറച്ച് പരമാവധി ഇന്ററാക്റ്റീവ് ആക്കാൻ നോക്കാം. എന്തൊക്കെ കണക്റ്റഡ് ആണ്? നമ്മളെ വാച്ച് കണക്റ്റഡ് ആണ്, മേ ബി നമ്മളെ വീട്ടിലെ ലൈറ്റ് കണക്റ്റഡ് ആണ്, ഇലക്ട്രിക്കൽ അപ്ലയൻസ് കണക്റ്റഡ് ആണ്, എല്ലാം കണക്റ്റഡ് ആണ് അല്ലേ? കണക്ടിവിറ്റി നമ്മുടെ വേൾഡിനെ മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടേഴ്സിലൊന്നാണ് കണക്ടിവിറ്റി. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, എല്ലാം കണക്റ്റഡ് ആണെന്നുള്ളതിന് എന്താണ് ഇത്ര റെലവൻസ്? എല്ലാം കണക്റ്റഡ് ആണെന്നുള്ളതിൻ്റെ റെലവൻസ് എന്താണ്? വൈ എവറിത്തിങ് ഷുഡ് ബി കണക്റ്റഡ്? അല്ലെങ്കിൽ എല്ലാം കണക്റ്റഡ് ആവുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ആർക്കെങ്കിലും എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടോ? എല്ലാം കണക്റ്റഡ് ആയിട്ട് എന്താ കാര്യം? ഇതൊരു വലിയൊരു കാര്യമായിട്ട്, ലോകത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു കാര്യമായിട്ട് ഞാൻ പറയുന്നത് എന്തിനാണ്? ഈ എല്ലാം കണക്റ്റഡ് ആകുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ടാമത്തെ ഒരു ഫാക്ടർ വരും. രണ്ടാമത്തെ ഫാക്ടറാണ് ഡേറ്റ. എല്ലാം കണക്റ്റഡ് ആകുമ്പോൾ ഒരുപാട് ഡേറ്റ ജനറേറ്റ് ചെയ്യും. എന്താ ഡേറ്റ ജനറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ? അപ്പം അതായത് ഒരു വർഷം മുമ്പ് ഇതേ ദിവസങ്ങൾ എവിടെയായിരുന്നു? എത്ര ആൾക്ക് ഓർമ്മയുണ്ട്? ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടോ? ചിലപ്പോൾ റിപ്പബ്ലിക് ഡേ ആകുമ്പോൾ ഏതെങ്കിലും സ്കൂളിലായിരുന്നു എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും അല്ലേ? വേണ്ട, ജനുവരി 25 നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങൾ എന്ത് ഭക്ഷണമാണ് കഴിച്ചത്? ഓർമ്മ ഉണ്ടോ? ഇല്ല അല്ലേ? പക്ഷെ ആർക്കും ഓർമ്മ ഉണ്ടാവും? ഗൂഗിൾ മാപ്പിന് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവും. നിങ്ങളുടെ ഫോണിൽ ലൊക്കേഷൻ ഓണാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ മാപ്പിനോട് ചോദിച്ചാൽ ഗൂഗിൾ മാപ്പിന് അറിയാം നിങ്ങൾ എവിടെയായിരുന്നു എന്നുള്ളത് അല്ലേ? വെറുതെ ഗൂഗിൾ മാപ്പിൽ ഹിസ്റ്ററി ഒന്ന് എടുത്ത് നോക്കിയാൽ മതി അല്ലേ? ദിസ് ഈസ് ഡേറ്റ. ഇതാണ് ഡേറ്റ അല്ലേ? നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ എന്ത് പോസ്റ്റ് ചെയ്തു? നിങ്ങൾ ഫേസ്ബുക്കിൽ എന്ത് പോസ്റ്റ് ചെയ്തു?
നിങ്ങൾ വാട്സാപ്പിൽ ആർക്ക് എന്ത് മെസ്സേജ് അയച്ചു, നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇട്ട് എങ്ങോട്ട് പോയി, ഇതൊക്കെ ഡേറ്റയാണ്. എന്താണ് ഈ ഡേറ്റയുടെ റെലവൻസ് നിങ്ങൾക്ക് അറിയോ? US ടാർഗറ്റ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞ ഒരു റീറ്റെയിൽ ഉണ്ട്. നമ്മളെ ഫ്ലിപ്കാർട്ടിൻ്റെ, ആമസോണിൻ്റെയും അതേപോലെ തന്നെ അതോടൊപ്പം ഫിസിക്കൽ സ്റ്റോർസുള്ള വലിയൊരു റീറ്റെയിൽ ഔട്ട്ലെറ്റാണ് ടാർഗറ്റ് കോർപ്പറേഷൻ. ഒരു ദിവസം ടാർഗറ്റ് കോർപ്പറേഷൻ്റെ ഒരു ഔട്ട്ലെറ്റിൽ ചെന്നിട്ട് ഒരു വയസ്സായ ഒരാൾ, ഒരു ഫാദർ വന്ന് പ്രശ്നം ഉണ്ടാക്കുകയാണ്, കച്ചറ ഉണ്ടാക്കുകയാണ്. ഓക്കെ, എന്താ പ്രശ്നം എന്ന് അറിയാം മൂപ്പർക്ക്? എൻ്റെ 18 വയസ്സായ മോൾക്ക് നിങ്ങൾ എന്തിനാണ് പ്രഗ്നൻസി സപ്ലിമെന്റ്സിന്റെ പരസ്യങ്ങൾ ഇങ്ങനെ നിരന്തരം അയച്ചുകൊണ്ടിരിക്കുന്നത്? എൻ്റെ 18 വയസ്സായ മോൾക്ക് എന്തിനാണ് പ്രഗ്നൻസി സപ്ലിമെന്റ്സിന്റെ പരസ്യങ്ങൾ ഇങ്ങനെ നിങ്ങൾ നിരന്തരം അയച്ചുകൊണ്ടിരിക്കുന്നത്? അത് ഇമെയിൽസ് ആയിട്ടും വാട്സാപ്പ് ആയിട്ടും ഒരുപാട് മെസ്സേജ് പ്രഗ്നൻസി സപ്ലിമെന്റ്സുമായി ബന്ധപ്പെട്ട് അയച്ചുകൊണ്ടിരിക്കുന്നു. ഇയാൾ പ്രശ്നം ഉണ്ടാക്കി. ഓക്കെ, 2 ആഴ്ച കഴിഞ്ഞ് ഇയാൾ വന്ന് മാപ്പ് പറഞ്ഞു. ഇയാൾ പറഞ്ഞു മോള് പ്രഗ്നന്റ് ആയിരുന്നു, സോറി, എന്താണ് എനിക്കൊരു അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പൊ എന്താണ് റീസൺ? എങ്ങനെയാണ് ടാർഗറ്റ് കോർപ്പറേഷനെ സ്വന്തം ഫാദർ മനസ്സിലാക്കുന്നതിന് മുമ്പ് ഈ കുട്ടി പ്രഗ്നന്റ് ആണെന്ന് ടാർഗറ്റ് കോർപ്പറേഷൻ എങ്ങനെയാണ് മനസ്സിലായത്? ടാർഗറ്റ് കോർപ്പറേഷൻ മനസ്സിലായത്? ഈ കുട്ടി പോയി പറഞ്ഞോ? കുട്ടി പോലും ഞാൻ പറഞ്ഞിട്ടുണ്ടാവില്ല. അതായത് പ്രഗ്നന്റ് ആയിട്ടുള്ള ആളുകൾ എങ്ങനെ ഇത് ഇവരിങ്ങനെ ഓരോരോ പ്രഗ്നന്റ് ആണെന്ന് ചോദിക്കുന്നതാണോ? അല്ല, പ്രഗ്നന്റ് ആയിട്ടുള്ള ആളുകൾ വാങ്ങുന്ന ചില പ്രൊഡക്ട്സ് ഉണ്ടാവും അല്ലേ? ഇത് വാങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവരെന്ത് ചെയ്യാൻ തുടങ്ങും? ഇവർക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ധാരണ കിട്ടുന്നത് ദർ ഇസ് എ ചാൻസ് ദാറ്റ് ദിസ് ഗേൾ ഈസ് പ്രഗ്നന്റ്. അല്ലെങ്കിൽ ടീനേജിലുള്ള ആൾക്കാർ വാങ്ങുന്ന പ്രൊഡക്ട്സ് ഉണ്ടാവും അല്ലേ? ആ കാര്യങ്ങൾ അവരുടെ ഒരു യൂസർ ബൈയിങ് പാറ്റേൺ നോക്കി ഡാറ്റ നോക്കിയിട്ട് അവർക്ക് മെസ്സേജ് പോകും. ഡാറ്റ നോക്കിയിട്ട് മെസ്സേജ് പോകും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ചില സാധനം മനസ്സിൽ വാങ്ങണം എന്ന് ആലോചിച്ചാൽ ചിലപ്പോൾ അതിന്റെ പരസ്യം അപ്പ് ഇൻസ്റ്റാഗ്രാമിൽ കാണും അല്ലേ? കണ്ടിട്ടില്ലേ? അതെന്താ? നിങ്ങൾ എവിടെയെങ്കിലും സെർച്ച് ചെയ്തിട്ടുണ്ടാവും. ദർ വിൽ ബി കുക്കീസ് അസോസിയേറ്റഡ് വിത്ത് ദ ഡേറ്റയാണ്. ഓക്കെ, നമ്മൾ ആലോചിക്കും നമ്മളിപ്പോൾ മനസ്സിൽ ആലോചിച്ചിട്ടേ ഉള്ളൂ, അപ്പോഴേക്ക് എന്ത് വന്നു? സാധനം മുമ്പിൽ വന്നു. ദിസ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡേറ്റ. അപ്പൊ ഡേറ്റ എന്നുള്ളത് മനുഷ്യന്റെ ബൈയിങ് പാറ്റേൺസിനെ, മനുഷ്യന്റെ വേൾഡിനെ ഡ്രൈവ് ചെയ്യുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് ഇലക്ഷൻസിനെ റിഗ് ചെയ്യാൻ വേണ്ടി ഡാറ്റ ഉപയോഗിക്കുന്നുണ്ട്. ഇന്ന് ആളുകൾ സാധനം നിങ്ങളെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഡാറ്റ ഉപയോഗിക്കുന്നുണ്ട്. എല്ലായിടത്തും ഡാറ്റ ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ വേൾഡിനെ ഡ്രൈവ് ചെയ്യുന്ന രണ്ടാമത്തെ കാര്യം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ട് ഉള്ളത്, കഴിഞ്ഞ 2 വർഷം കൊണ്ട് ജനറേറ്റ് ചെയ്ത ഡേറ്റ കഴിഞ്ഞ 2000 വർഷം ജനറേറ്റ് ചെയ്ത ഡേറ്റയെക്കാളും കൂടുതലാണ്. ലാസ്റ്റ് 2 years ജനറേറ്റ് ചെയ്ത ഡേറ്റ അതിന് മുമ്പത്തെ 2000 വർഷം ജനറേറ്റ് ചെയ്ത ഡാറ്റയെക്കാളും കൂടുതലാണ്. കാരണം എന്താ? സോഷ്യൽ മീഡിയ വന്നോട് കൂടിയിട്ട് വി ആർ ലോഗിങ് ഇൻ എവറി ടൈം അല്ലേ? ഓരോ സാധനം നമ്മൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ തുടങ്ങി. ആൻഡ് ദ തേർഡ് തിങ് ഈസ് കമ്പ്യൂട്ട്. ഈ ഡാറ്റ മാത്രം കിട്ടിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഡാറ്റയിൽ നിന്ന് പാറ്റേൺസ് കണ്ടുപിടിക്കണം. എന്താണ് ടീനേജേഴ്സ് വാങ്ങുന്നത്? എന്താണ് പ്രഗ്നന്റ് ലേഡീസ് ഉപയോഗിക്കുന്നത്? ആരാണ് ഇന്ന റെസ്റ്റോറൻറ്റിൽ പോകുന്നത് അല്ലേ? ഇന്ന ക്യുസീൻ ആർക്കാണ് ഇഷ്ടം? ഇന്ന ഡ്രസ്സ് ആരാണ് വാങ്ങുന്നത് അല്ലേ? ഇതിനു വേണ്ടി എന്ത് വേണം? കമ്പ്യൂട്ടിംഗ് പവർ വേണം. അതാണ് ഇപ്പൊ ഇന്റൽ പോലത്തെ, NVIDIA പോലത്തെ, AMD പോലത്തെ കമ്പനീസ് ഒക്കെ ചെയ്യുന്നത്. ഇതിങ്ങനെയാണ് AI ബേസിക്കലി വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ വേൾഡിനെ മുന്നോട്ട് നയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട 3 ഏരിയകളാണിത്. പ്രോബബ്ലി ഏറ്റവും കൂടുതൽ എന്താ പറയാ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഏരിയയും ഈ 3 ഏരിയാസ് ആണ്. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ഏറ്റവും ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഏരിയയും ഡാറ്റയുമായി ബന്ധപ്പെട്ട, കണക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട, കമ്പ്യൂട്ടുമായി ബന്ധപ്പെട്ട ഏരിയയിലാണ് കൂടുതൽ ജോലികൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അതിനർത്ഥം നമ്മളെല്ലാവരും അതിന് പോകണമെന്നൊന്നുമല്ല. ഓക്കെ, ആൻഡ് ദിസ് ഇസ് എ ബിഗ് ഏരിയ എന്നുള്ളതാണ് ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വരുന്നൊരു ചോദ്യമുണ്ട്, ഇപ്പം AI മനുഷ്യന്മാരെ റീപ്ലേസ് ചെയ്യോ? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ചെയ്യും. AI ബേസിക്കലി എന്താ ചെയ്യുന്നത്? ഇപ്പോൾ മുമ്പ് നിങ്ങളൊരു ഹോംവർക്ക് എഴുതാൻ നിങ്ങൾ സ്വന്തമായി ഇരിക്കണമായിരുന്നെങ്കിൽ എന്ത് ചെയ്താൽ മതി? ജെമിനിക്ക് ഒരു പ്രോംപ്റ്റ് എടുത്താൽ മതി അല്ലേ? ഹോംവർക്ക് 5 മിനിറ്റ് കൊണ്ട് ജെമിനി എഴുതി തരും അല്ലേ? നമ്മളെ പ്രൊഡക്റ്റീവ് ആക്കുക ചെയ്യണത്. ഒരു എസ്സേ എഴുതാൻ നമ്മൾ 2 മണിക്കൂർ ഇരിക്കണമെങ്കിൽ എസ്സേ 2 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് എഴുതി തരും അല്ലേ? നമ്മളെ അൾട്ടിമേറ്റ്ലി പ്രൊഡക്റ്റീവ് ആക്കുന്നു. ഞാനിതാ ഇങ്ങനത്തെ ഒരു സ്ലൈഡ് സെറ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ, ഞാൻ ഇരുന്ന് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഇന്ന് ഞാൻ കാര്യങ്ങൾ കണ്ടന്റ് ഒക്കെ കൃത്യമായി കൊടുത്ത് പ്രോംപ്റ്റ് ചെയ്താൽ ഒരു 5 മണിക്കൂറിന്റെ പണി 2 മണിക്കൂർ കൊണ്ട് ചെയ്യും അല്ലേ? ഇതാണ് എയുടെ പണി. AI അൾട്ടിമേറ്റ്ലി ചെയ്യുന്നത് വളരെ സിമ്പിൾ ടേംസിൽ പറഞ്ഞാൽ മനുഷ്യനെ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കുന്നു എന്നുള്ളതാണ് അല്ലേ? അതായത് നിങ്ങൾ 8 മണിക്കൂർ പണിയെടുക്കുന്നതിന് പകരം മേ ബി ആ 8 മണിക്കൂറിന്റെ പണി നിങ്ങൾക്ക് 2 മണിക്കൂറിൽ എന്ത് ചെയ്യാൻ പറ്റും? എടുക്കാൻ പറ്റും. ശരിയാണോ അല്ലേ? ഇത് ഇങ്ങനെ പോയാൽ എവിടെ എത്തുക? ഞാൻ പറഞ്ഞു 3 വർഷം മുമ്പുള്ള എയുടെ കേപ്പബിലിറ്റി ആണ് ഇന്നത്തെ കേപ്പബിലിറ്റി. 3 വർഷം മുമ്പ് സച്ചിൻ ടെണ്ടുൽക്കർ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് എന്നുള്ളതായിരുന്നു ആര് പറഞ്ഞിരുന്നത്? ChatGPT പറഞ്ഞിരുന്നത് അല്ലേ? എന്നാൽ 3 വർഷം കൊണ്ട് അതിനേക്കാളും എത്രയോ ഇമ്പ്രൂവ് ആയി ChatGPT, ജെമിനി ഒക്കെ.
അല്ലേ? അപ്പൊ ഓരോ ദിവസവും കൂടുതൽ പ്രൊഡക്റ്റീവായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കൂടുതൽ പ്രൊഡക്റ്റീവായ മനുഷ്യന്മാരുടെ ജോലിക്കൊക്കെ എന്ത് സംഭവിക്കും? പോവോ? ഇല്ലേ? എന്ത് സംഭവിക്കുമെന്ന് പഠിച്ചവനായിട്ട് എനിക്കറിയില്ല എന്ത് സംഭവിക്കും എന്നുള്ളത് ഉറപ്പൊന്നും പറയാൻ പറ്റൂല. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് തിയറികൾ ഒരുപാട് ആൾക്കാർ പറയാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, മനുഷ്യൻ അങ്ങനെ പ്രൊഡക്റ്റീവ് ആയിക്കൊണ്ടേയിരിക്കുന്നു അല്ലേ? കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യമില്ല, മനുഷ്യന്റെ ആവശ്യമില്ല, മെഷീൻസ് മതി. അങ്ങനെ ആവുമ്പോൾ എന്ത് സംഭവിക്കും? സാധനങ്ങളുടെ വില കൂടുകയോ കുറയോ? വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക. എല്ലാ കാര്യങ്ങളും മെഷീൻസ് ചെയ്യാൻ തുടങ്ങിയാൽ സാധനങ്ങളുടെ വില ഒക്കെ കൂടുകയോ കുറയോ? കുറയും. കാരണം എന്താ? ഹ്യൂമൻ ലേബർ എന്നുള്ളൊരു കോസ്റ്റ് ഉണ്ട് അല്ലേ? പ്ലസ് ടു കാർക്ക് അറിയുണ്ടാവും. ഹ്യൂമൻ ലേബറിനൊരു കോസ്റ്റ് ഉണ്ട് മനുഷ്യന്മാർ പണിയെടുക്കുന്നതിന്. അതെന്ത് ചെയ്യും അല്ലേ? ഒരാൾ പെയിന്റ് അടിക്കാന് നമ്മൾ എന്ത് ചെയ്യണം? ദിവസം 1000 രൂപ 1500 രൂപ അയാൾക്ക് കൂലി കൊടുക്കണം. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ വർക്ക് ചെയ്യണം, ഒരു ഡോക്ടർ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദിവസം 5000 രൂപ അയാൾക്ക് കൂലി കൊടുക്കണം അല്ലേ? അതിന് പകരം ഒരു മെഷീൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയാലോ ഹ്യൂമൻ ലേബറിന്റെ കോസ്റ്റ് കുറയും. ഇപ്പൊ മനുഷ്യന്മാർക്ക് ജോലി ഇല്ലെങ്കിലും വലിയധികം പൈസ ഒന്നും വേണ്ട, ശരിയല്ലേ? ജോലി ഇല്ലെങ്കിലും പൈസ വേണ്ട. കാരണം എന്താ? സാധനങ്ങളുടെ കോസ്റ്റ് ഒക്കെ കുറവാണ്. അപ്പൊ നമ്മളൊക്കെ ഇനി വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും എന്തില്ല, വലിയ കുഴപ്പമൊന്നുമില്ല എന്നാണ് കുറെ ആൾക്കാരൊക്കെ പറയണത്. എന്ത് സംഭവിക്കുമെന്നല്ല, ജോലി എടുക്കലേ. ഇലോൺ മസ്ക് ഒക്കെ പറയുന്നത് ജോലി എടുക്കുന്നത് ഓപ്ഷണൽ ആവുന്നു. ജോലി ആവശ്യമുണ്ടെങ്കിൽ എടുത്താൽ മതി, താല്പര്യം ഉണ്ടെങ്കിൽ ജോലി ചെയ്താൽ മതി. ഗവൺമെന്റ് നിങ്ങൾക്ക് ഒരു UBI തരും. UBI എന്ന് കേട്ടിട്ടുണ്ട് നിങ്ങൾ? UBI എന്ന് പറഞ്ഞാൽ എന്താ? യൂണിവേഴ്സൽ ബേസിക് ഇൻകം തരും എന്നൊക്കെ പറയുന്നുണ്ട്. നടക്കുമെന്ന് അറിയില്ല. നടന്നാൽ വളരെ നല്ലതാണ് എൻ്റെ അഭിപ്രായം. വെറുതെ ഇരിക്കാലോ അല്ലേ? ആവശ്യമുണ്ടെങ്കിൽ ജോലി ചെയ്താൽ മതി, റൈറ്റ്? ഇങ്ങനെ ഈ പറഞ്ഞ പോലെ കുറെ കോഴ്സുകളും ഇതൊന്നും നമ്മൾ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെയാണോ സംഭവിക്കുക നമുക്ക് അറിയില്ല. ഐ ഡോണ്ട് നോ, റൈറ്റ്? അങ്ങനെയൊക്കെ ഉള്ളൊരു കാലം വരാൻ എത്ര കാലം എടുക്കും എന്നുള്ളതും അറിയില്ല. പക്ഷെ അൾട്ടിമേറ്റ്ലി നമുക്ക് എപ്പോഴും ഉള്ളൊരു കൺസേൺ ആണ്, നമ്മൾ എന്ത് കോഴ്സിന് പോവുകയാണെങ്കിലും നമ്മളെ ഹ്യൂമൻസ് നമ്മളെ AI റീപ്ലേസ് ചെയ്യോ ഇല്ലേ എന്നുള്ളത്. ഓക്കെ, അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു എക്സ്പെരിമെന്റ് ആപ്പിൾ നടത്തിയൊരു എക്സ്പെരിമെന്റ് ഉണ്ട്. 2-3 മാസങ്ങൾക്ക് മുമ്പ് ആപ്പിൾ എന്നുള്ള കമ്പനിക്കൊക്കെ അറിയാലോ. ആപ്പിൾ റിസർച്ച് നടത്തിയൊരു എക്സ്പെരിമെന്റ് അവർ പബ്ലിഷ് ചെയ്തൊരു പേപ്പറാണ് ഇല്യൂഷൻ ഓഫ് തിങ്കിങ് എന്ന് പറഞ്ഞ പേപ്പർ. ഞാൻ വളരെ സിംപ്ലിസ്റ്റിക് ടേംസിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ അവർ ചെയ്തതെന്ന് വെച്ചാൽ കുറെ പസിൽസ് എടുത്ത് AI കൊടുത്തു. പസിൽസ് പറഞ്ഞാൽ ഇപ്പോൾ ഈ പസിൽ നിങ്ങൾക്ക് അറിയാലോ. ഈ 3 റിങ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് മിനിമം സ്റ്റെപ്പിൽ എങ്ങനെ എത്തിക്കണം? 3ാമത്തെ ഒരു സ്ഥലത്ത് എത്തിക്കണം. കണ്ടിട്ടില്ലേ? ഇതൊരു പസിലാണ്. ഈ പസിൽ എടുത്ത് AI കൊടുത്തു. എന്നിട്ട് AI സോൾവ് ചെയ്യാൻ പറഞ്ഞു. AI സിമ്പിളായി പുഷ്പം പോലെ സോൾവ് ചെയ്ത് തന്നു. അടുത്തെന്താ ചെയ്തറിയോ? 3 റിങ്ങൾ 4 റിങ് ആക്കി. കുറച്ചും കൂടി കോംപ്ലക്സ് ആയില്ലേ? 3 റിങ്ങൾ 4 റിങ് ആക്കി. എന്നിട്ട് AI സോൾവ് ചെയ്യാൻ പറഞ്ഞു. AI സോൾവ് ചെയ്തു. 5 റിങ് ആക്കി, 6 റിങ് ആക്കി, 7 റിങ് ആക്കി. ആഫ്റ്റർ എ സർട്ടൻ പോയിന്റ് ഓഫ് ടൈം ഒരു 8 റിങ്ങിന് ശേഷം AI ഇത് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു 8 റിങ്ങിന് ശേഷം AI സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, AI ഒരു കേപ്പബിലിറ്റി ഇതൊക്കെ ഒറ്റ ഡ്രോപ്പാ, ഡ്രാസ്റ്റിക്കലി അടിയിൽ പോയി. ക്ലോഡും ChatGPT ജെമിനി ഒക്കെ യൂസ് ചെയ്ത് നോക്കി. അതായത് ആഫ്റ്റർ എ പോയിന്റ് AI ഇത് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. അതെന്തായിരിക്കും റീസൺ? AI എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് ഞാൻ വളരെ സിമ്പിളായി നേരത്തെ പറഞ്ഞു അല്ലേ? AI എന്ത് വേണം? ഡാറ്റ വേണം. AI എന്താണ്? AI ആക്ച്വലി ഒരു മിമിക്രിയാണ് ചെയ്യുന്നത് ആസ് ഓഫ് നൗ. അതായത് മുമ്പ് ആരെങ്കിലും ഒക്കെ അത് സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഈ ഡാറ്റ വെച്ചിട്ടുള്ള ഒരു മിമിക്രിയാണ് AI ചെയ്യുന്നത്. ഈ 8, 9 ഒന്നും എന്ത് ചെയ്തിട്ടില്ല. മുമ്പ് അധികം ആൾക്കാർ സോൾവ് ചെയ്ത എക്സാമ്പിൾസ് ഇല്ല. അതുകൊണ്ട് തന്നെ AI ഇത് സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇത്രേ ഉള്ളൂ. അതായത് AI എന്താ ചെയ്യുന്നത്? മനുഷ്യൻ ചെയ്തു വെച്ച കാര്യങ്ങളുടെ ഒരു മിമിക്രി. ഹയർ ലെവൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ഇന്നും ആവശ്യമാണ്? മനുഷ്യന്മാരെ ആവശ്യമാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ പോയിന്റ്. കാലത്ത് നിങ്ങൾക്ക് കരിയർ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ, നല്ലൊരു കരിയർ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ 3 കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അതിൽ ഒന്നാമത്തെ കാര്യം ഇതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഏരിയയിൽ നന്നായി പ്രോബ്ലം സോൾവ് ചെയ്യാൻ അറിയണം. പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ മാത്സ് മാത്രമല്ല ഉദ്ദേശിച്ചത്. AI സോൾവ് ചെയ്യാൻ പറ്റാത്ത ലെവലിൽ അല്ലെങ്കിൽ അതിനേക്കാളും അപ്പുറമായിട്ട് സോൾവ് ചെയ്യാൻ എന്ത് ചെയ്യണം? നമുക്ക് പറ്റണം. അടിപൊളിയായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റണം. ഓക്കെ, ഒരു AI ഇറയെ 3 ആക്കി തിരിക്കുന്നുണ്ട് സോഷ്യൽ സയന്റിസ്റ്റുകൾ. 3 ആക്കി തിരിക്കുന്നുണ്ട്. ദ ഫസ്റ്റ് ഇറ ഈസ് കോൾഡ് ANI, ആർട്ടിഫിഷ്യൽ നാരോ ഇന്റലിജൻസ്. ദ സെക്കൻഡ് ഇറ ഈസ് കോൾഡ് AGI, ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ്. ആൻഡ് ദ തേർഡ് ഇറ ഈസ് കോൾഡ് ASI, ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇന്റലിജൻസ്. ഏതൊക്കെയാണ്? ആർട്ടിഫിഷ്യൽ, നാരോ ഇന്റലിജൻസ്, ജനറൽ ഇന്റലിജൻസ്, സൂപ്പർ ഇന്റലിജൻസ്. ഇതിൽ ഏതിലാണ് നമ്മളിപ്പോൾ ഉള്ളത്? 1 ആണോ 2 ആണോ 3 ആണോ? നമ്മൾ നാരോ ഇന്റലിജൻസിന്റെ കാലത്താണോ ഉള്ളത്? ജനറൽ ഇന്റലിജൻസിന്റെ കാലത്താണോ ഉള്ളത്? സൂപ്പർ ഇന്റലിജൻസിന്റെ കാലത്താണോ ഉള്ളത്? എന്താ തോന്നുന്നത്? സൂപ്പർ ഇന്റലിജൻസിൽ എത്തിയെന്ന് വിചാരിക്കുന്ന എത്ര ആൾക്കാരുണ്ട്? ഒന്ന് കൈ വെക്കുക. ആരുമില്ല. ജനറൽ ഇന്റലിജൻസിന്റെ കാലത്താണെന്ന് വിചാരിക്കുന്ന എത്ര ആൾക്കാരുണ്ട്?
കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. നാരോ ഇന്റലിജൻസ് ആണെന്ന് വിചാരിക്കുന്ന എത്ര ആൾക്കാരുണ്ട്? ഒരാൾ. ബാക്കിയുള്ളവർക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല അല്ലേ? നാരോ ഇന്റലിജൻസിന്റെ കാലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. എന്താ നാരോ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാല്? ചാറ്റ് ജിപിടിക്ക് അതിനോട് കൊടുത്ത പണികൾ മാത്രമേ ചെയ്യാൻ അറിയുള്ളൂ അല്ലേ? ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യാൻ അറിയാം, വീഡിയോ ഉണ്ടാക്കാൻ അറിയാം, ഇമേജ് ഉണ്ടാക്കാൻ അറിയാം. ഇതാണ് ചാറ്റ് ജിപിടിക്കും ജെമിനിക്കൊക്കെ അറിയുന്ന പണി അല്ലേ? ചില AI ടൂൾസ് ഉണ്ട് അതിന് വെബ്സൈറ്റ് ഉണ്ടാക്കാൻ അറിയാം. ചില AI ടൂൾസ് ഉണ്ട് അതിന് മാർക്കറ്റിംഗ് പ്ലാൻ ഉണ്ടാക്കാൻ അറിയാം. വളരെ കൃത്യമായ കാര്യങ്ങൾ ചെയ്യാൻ മാത്രമേ ഇന്നും AI ടൂൾസിന് പറ്റുള്ളൂ. ഇതാണ് നാരോ ഇന്റലിജൻസ്. നേരെ മറിച്ച് നിങ്ങൾക്ക് ഒരു ദിവസം രാവിലെ നിങ്ങൾ എണീറ്റ് നിങ്ങളമ്മക്കൊരു മൂഡില്ല കുക്ക് ചെയ്യാൻ. ഇപ്പം നിങ്ങളമ്മ പറയാണ് അലക്സ ഇന്നൊരു ബിരിയാണി ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അലക്സയ്ക്ക് ബിരിയാണി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാലത്താണ് നമ്മൾ എന്ത് വിളിക്കുക? ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് എന്ന് വിളിക്കുക. അതായത് ഒരു ഹ്യൂമൻ കേപ്പബിലിറ്റി ഉള്ള കാര്യങ്ങളെല്ലാം സീംലെസ്ലി ചെയ്യാൻ പറ്റുന്ന ഒരു കാലത്തെയാണ് നമ്മൾ ജനറൽ ഇന്റലിജൻസ് എന്ന് വിളിക്കുക. അങ്ങോട്ട് നമ്മൾ എത്തിയിട്ടുണ്ടോ? ഇല്ല. അങ്ങോട്ട് എത്താൻ ഇനിയും കുറേ കാലമുണ്ട്. ചിലപ്പോൾ 5 കൊല്ലം, ചിലപ്പോൾ 10 കൊല്ലം, നമുക്കറിയില്ല. ചിലപ്പോൾ 2 കൊല്ലം കൊണ്ടും ആവാം എന്ന് സാം ആൾട്ട്മാനെ പോലത്തെ ആളുകൾ പറയുന്നു. സൂപ്പർ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ വല്ല ടെർമിനേറ്റർ മൂവിയിലൊക്കെ പോലെ റോബോട്ട് മനുഷ്യന് മേലെ ആധിപത്യം സ്ഥാപിക്കുന്നൊരു കാലം. അത് നമുക്ക് എത്തുമോ? അറിയില്ല, എനിക്കറിയില്ല. ഇങ്ങനെയുള്ളൊരു ഇറായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ നാരോ ഇന്റലിജൻസിന്റെ കാലത്താണ്. ഒരുപാട് പ്രോബ്ലംസ് ആർ യെറ്റ് ടു ബി സോൾവ്. ഒരുപാട് പ്രോബ്ലംസ് എന്ത് ചെയ്യാനുണ്ട്? ഇനിയും സോൾവ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ടേക്ക് അവേ എന്ന് പറഞ്ഞാൽ ഒരു ഹയർ ലെവൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ഇന്നും നമുക്ക് മനുഷ്യന്മാരെ വേണം. പക്ഷേ നോട്ട് ദിസ് ഡൗൺ. ഇതാണ് എനിക്ക് പറയാനുള്ള ഒന്നാമത്തെ പോയിന്റ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. AI will not replace humans, but AI will replace mediocrity. അതായത് മീഡിയോക്രിറ്റി എന്ന് പറഞ്ഞാൽ എന്താ മീഡിയോക്രിറ്റി എന്ന് പറഞ്ഞാൽ? ആ ഇംഗ്ലീഷ് ടേമിന്റെ അർത്ഥം എന്താ? ഒരു കാര്യം കുഴപ്പമില്ലാതെ ചെയ്യണതിനെ നമ്മൾ മീഡിയോക്രിറ്റി എന്ന് പറയും അല്ലേ? അതായത് നമ്മൾ ചോദിക്കും നിങ്ങൾക്ക് എന്തിലാ കഴിവ്? ഇംഗ്ലീഷ്, മാത്സ്. ഇംഗ്ലീഷിൽ എങ്ങനെയുണ്ട്? ഇംഗ്ലീഷ് കുഴപ്പമില്ല അല്ലേ? മാത്സിൽ എത്ര മാർക്കുണ്ട്? മാത്സ് പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? മാത്സ് കുഴപ്പമില്ല അല്ലേ? ഈ കുഴപ്പമില്ല എന്നുള്ള കാര്യത്തിനൊന്ന് ആൾക്കാർക്ക് ആവശ്യമില്ല. കാരണം എന്താ? നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു എസ് എഴുതാൻ പറഞ്ഞാൽ ആരെഴുതും? കുഴപ്പമില്ലാത്തൊരു എസ് ആര് എഴുതരും? ചാറ്റ് ജിപിടി എഴുതരും അല്ലേ? ഒരു പോസ്റ്റർ ഈ പരിപാടിക്ക് ഉണ്ടാക്കാൻ പറഞ്ഞാൽ കുഴപ്പമില്ലാത്തൊരു പോസ്റ്റർ ആരുണ്ടാക്കി തരും? ചാറ്റ് ജിപിടിയോ ജെമിനിയോ ഉണ്ടാക്കി തരും അല്ലേ? ഒരു വീഡിയോ ഉണ്ടാക്കി തരാൻ പറഞ്ഞാൽ കുഴപ്പമില്ലാത്തൊരു വീഡിയോ ജെമിനി ഉണ്ടാക്കി തരും അല്ലേ? ഈ കുഴപ്പമില്ലാത്ത കാര്യം ചെയ്യാനപ്പോൾ ഇനി മനുഷ്യന്മാർ ആവശ്യമുണ്ടോ? വേണ്ട. എന്ത് വേണം? നമ്മൾ അതിൻ്റെ മേലേക്ക് നിൽക്കണം. നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും നമ്മൾ ചെയ്യുന്ന 1-2 കാര്യം അത് ഏതിനേക്കാൾ അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണം. ഈ ബേസ് ലൈൻ്റെ മേലേക്ക് നമ്മൾ കയറണം. അതെന്തും ആവാട്ടോ. അത് എഴുത്താവാം, അത് മാത്തമാറ്റിക്സിൻ്റെ പ്രോബ്ലം സോൾവിങ് ആവാം, അത് ഈ പറഞ്ഞ പോലെ ഒരു പോസ്റ്റർ ഉണ്ടാക്കുന്നതാവാം, അത് ഈ പറഞ്ഞ പോലെ ഒരു വീഡിയോ ഉണ്ടാക്കുന്നതാവാം. എന്താണെങ്കിലും ഒന്ന് മേലോട്ട് നിൽക്കാൻ നമുക്ക് പറ്റണം. ഇതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ്. ഏത് കാലത്ത് നിങ്ങൾക്ക് സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണോ ചെയ്യുന്നത്, അത് സയൻസ് ആവട്ടെ, മാത്സ് ആവട്ടെ, കൊമേഴ്സ് ആവട്ടെ, ഹ്യൂമാനിറ്റീസ് ആവട്ടെ, ലോ ആവട്ടെ, ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാവട്ടെ, അതിലെല്ലാം ഒരു ബിയോണ്ട് എ പോയിന്റ് എത്താൻ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് സാധിക്കണം എന്നുള്ളതാണ്. റൈറ്റ്? ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് യൂസ് AI ഫോർ ദ ക്ലൈംബ്, നോട്ട് ടു അവോയ്ഡ് ദ ക്ലൈംബ്. അതേപോലെ AI അത്യാവശ്യം നന്നായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് അറിയണം. വെറുതെ എന്താ പറയുക, ജെമിനിനോട് ഒരു എസ് എഴുതാൻ പറയണതോ അല്ലെങ്കിൽ മാത്സ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറയണതോ അല്ല. നേരെ മറിച്ച് കുറച്ചുകൂടി ഇന്റലിജന്റ് ആയിട്ട് ഒരു കാര്യത്തെ ഉപയോഗിക്കാൻ നമുക്ക് അറിയണം. അത് നിങ്ങൾക്ക് എന്നെക്കാളും നന്നായിട്ട് ഇത്തരത്തിലുള്ള സ്കിൽസ് ഒക്കെ നമ്മളെക്കാളും നന്നായിട്ട് നിങ്ങളെ ഒരു ജനറേഷൻ, ഒരു ജെൻ ആൽഫൊക്കെ ഉണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വളരെ നന്നായിട്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ, നിങ്ങൾ നേരെ അതിലോട്ട് ജനിച്ച് വീണ ആൾക്കാരാണ്, നിങ്ങൾക്കത് ഉപയോഗിക്കാൻ അറിയാം. പക്ഷേ നമ്മൾ ഡംബാവാതെ ശ്രദ്ധിക്കുക. എല്ലാ കാര്യവും AI കൊടുത്തിട്ട് നമ്മളെ കൊണ്ടൊന്നും ആലോചിക്കാൻ വയ്യ, അതുണ്ടല്ലോ, എന്നെ കൊണ്ടൊന്നും ആലോചിക്കാൻ വയ്യ, എല്ലാം നമ്മൾ ഒരു ഹോംവർക്കിൽ മേ ബി ഇന്നത്തെ കാലത്ത് ഒരു ഹോംവർക്ക് AI കൊണ്ട് ചെയ്യിക്കാൻ പാടുണ്ടോ ഇല്ലേ? എത്തിക്കലി ശരിയാണ്. എന്താ നിങ്ങളുടെ അഭിപ്രായം? ശരിയല്ല? ശരിയാണ്. ഒരു ഹോംവർക്ക് എഴുതാൻ AI ഉപയോഗിക്കാമെന്ന് കരുതുന്ന എത്ര ആൾക്കാരുണ്ട്? ഒരാൾ. ഞാനുണ്ട്, ഞാൻ അതിൽ പെട്ട ആളാണ്. ഹോംവർക്കൊക്കെ എഴുതാൻ AI ഉപയോഗിക്കാം. പക്ഷെ അത് ഹോംവർക്കിനെ കംപ്ലീറ്റ്ലി ചെയ്യാനല്ല, നമ്മളതിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് AI ഉപയോഗിക്കാമെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ ടൂൾസ് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ ഈ 2 കാര്യങ്ങൾ, നമ്മൾ ഒരു കാര്യത്തിൽ 1-2 കാര്യത്തിൽ AI-നേക്കാളും നമ്മൾ ബെറ്റർ ആവണം. രണ്ടാമത്തത് നമ്മൾ എന്താവണം? നമ്മൾ ഈ AI ടൂൾസൊക്കെ നന്നായി ഉപയോഗിക്കാൻ നമുക്ക് അറിയണം അല്ലേ? മൂന്നാമത്തെ കാര്യത്തിലോട്ട് പോകുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ഇന്നത്തെ കാലത്ത് കോളേജിലൊക്കെ പോയിട്ട് കാര്യമുണ്ടോ? ഞാൻ പല കോളേജിലും പോയി സംസാരിക്കുമ്പോൾ കോളേജിൽ സീറ്റുകളൊക്കെ ഒഴിഞ്ഞു കിടക്കുക, കോളേജിൽ പഠിക്കാൻ ആൾക്കാരില്ല അല്ലേ? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാലഘട്ടമാണ്. കോളേജിൽ പോയിട്ട് കാര്യമുണ്ടോ? കുറേ കോളേജുകളെ കുറിച്ച് ഇപ്പോൾ സാറൊക്കെ പറഞ്ഞു തന്നു. ഇന്നത്തെ കാലത്ത് കോളേജിൽ പോകണോ? ശരിക്കും കോളേജിൽ പോകണം എന്ന് തോന്നുന്ന എത്ര ആൾക്കാരുണ്ട്? കുറച്ച് ആൾക്കാരുണ്ട്. കോളേജിൽ പോകേണ്ട അത്യാവശ്യമൊന്നുമില്ല എന്ന് കരുതുന്ന എത്ര ആൾക്കാരുണ്ട്?
ഒരു സ്കിൽസ് എന്തെങ്കിലുമൊക്കെ ഏൺ ചെയ്താൽ മതി എന്ന് തോന്നുന്ന എത്ര ആൾക്കാരുണ്ട്? ഒരാൾ, ബാക്കിയുള്ള 2, 3, 4, 5 ആൾക്കാരുണ്ട്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് അല്ലേ? ഇപ്പോൾ ഇവിടെ ആ ഒരു ഡിബേറ്റിലോട്ട് എത്തുന്നതിന് മുമ്പ് മേ ബി എന്താ പറയുക, ഇങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇന്നത്തെ കാലത്ത് ഏറ്റവും സ്കോപ്പുള്ള കോഴ്സ് ഏതാണ്? എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്റ്റാഗ്രാമിൽ ചോദ്യങ്ങൾ വരുന്നതാണ്. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ സ്കോപ്പുള്ള കോഴ്സ് ഏതാണ്? കമ്പ്യൂട്ടർ സയൻസ് ആണോ, ഇലക്ട്രോണിക്സ് ആണോ? ഇപ്പോൾ ഒരു ഡിബേറ്റ് എഞ്ചിനീയറിംഗിന് പോകാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ അവിടെ? 1 ആൾ, 2 ആൾ, 3 ആൾ. എഞ്ചിനീയറിംഗിൽ ഇപ്പോൾ ഒരു ട്രെൻഡ് കഴിഞ്ഞ വർഷത്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ സയൻസിന് പോകുന്ന ആൾക്കാരില്ല, എല്ലാവരും ഇലക്ട്രോണിക്സിന് പോകുന്നു. കമ്പ്യൂട്ടർ സയൻസിന് സ്കോപ്പ് ഇല്ല. കാരണം എന്താ? പ്രോഗ്രാമിംഗ് കോഡിംഗ് ഒക്കെ ആര് ചെയ്യുന്നുണ്ട്? ഈ AI ടൂൾസ് ചെയ്യുന്നുണ്ട് അല്ലേ? നേരത്തെ പറഞ്ഞ പോലെ അതിനേക്കാളും അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയാലേ കാര്യമുള്ളൂ. അപ്പോൾ ഇങ്ങനെ പോകാൻ സാധിക്കുമോ? റൈറ്റ്. അപ്പോൾ സിവിൽ CAക്ക് സ്കോപ്പ് ഉണ്ടോ, അല്ലെങ്കിൽ ACCAക്ക് സ്കോപ്പ് ഉണ്ടോ, ഇന്ന് BA ഇംഗ്ലീഷ് പഠിച്ച സ്കോപ്പ് ഉണ്ടോ? അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. നേരത്തെ സാർ ആരെങ്കിലും അഡ്രസ്സ് ചെയ്തോ എനിക്കറിയില്ല. സ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാൽ ന്യൂപോർട്ട് എന്ന് പറഞ്ഞൊരു കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റ് ഉണ്ട്. പുള്ളി ഇതിനെ വളരെ മനോഹരമായി വിശദീകരിക്കുന്നുണ്ട്. സ്കോപ്പ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ മനസ്സിലുള്ള സ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ നിങ്ങൾക്ക്? നമ്മൾ ഏതെങ്കിലും ഒരു കോളേജ് കഴിഞ്ഞ് ഇറങ്ങുന്നു. ആ കോളേജ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമ്മുടെ ചുറ്റും ഒരു 10 കമ്പനീസ് വരുന്നു. ഈ 10 കമ്പനീസ് നമ്മളോട് പറയുന്നു ഇങ്ങോട്ട് വാ, അങ്ങോട്ട് വാ, ഞങ്ങളുടെ കൂടെ പോരെ. നമ്മളൊരു കോഴ്സിന് സ്കോപ്പ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളിത് ഉദ്ദേശിക്കണം. നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗ് ചെയ്താൽ നമ്മുടെ ചുറ്റും ഒരു 10 കമ്പനീസ് വന്നിട്ട് ഇങ്ങോട്ട് വാന്ന് പറയോ? അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ചെയ്താൽ, അല്ലെങ്കിൽ CA ചെയ്താൽ നമുക്ക് ആരെങ്കിലും ജോലി തരാൻ ഒരു 10 ആൾക്കാർ റെഡിയാണോ? അല്ലേ? അതാണ് നമ്മുടെ മനസ്സിലുള്ള സ്കോപ്പ് എന്ന് പറഞ്ഞാൽ അല്ലേ? വാട്ട് ദ വേൾഡ് ക്യാൻ ഓഫർ യു. നമ്മളിങ്ങനെ നിന്നരും, ലോകം നമുക്ക് എന്തെങ്കിലുമൊക്കെ തരണം, നമുക്ക് ചുറ്റുമുള്ള എൻവയോൺമെന്റ് നമുക്ക് എന്തെങ്കിലുമൊക്കെ തരണം. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു സ്കോപ്പ് ഒന്നും ഒരു കോഴ്സിനും ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. പകരം നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം, വാട്ട് വി ക്യാൻ ഓഫർ ദ വേൾഡ് ബാക്ക്. നമുക്ക് ലോകത്തിന് കൊടുക്കാൻ എന്താ ഉള്ളത്? നമുക്ക് വാല്യുബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ലോകത്തിന് കൊടുക്കാനുണ്ടോ? എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, സാകേത് എന്നാണ് പേര്, IIT എൻ്റെ കൂടെ പഠിച്ചതാ. അവന് ഈ ക്യാമ്പസ് പ്ലേസ്മെന്റ് ഒന്നും ഇരിക്കാതെ അവൻ എന്തിനു പോയി? അവന് സ്റ്റാർട്ടപ്പ് തുടങ്ങി. പെർപ്യൂൾ എന്ന് പറഞ്ഞ സ്റ്റാർട്ടപ്പ് തുടങ്ങി. ഓക്കെ, പെർപ്യൂൾ എന്നുള്ള സ്റ്റാർട്ടപ്പിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ട. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പം നമ്മളൊരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റ് കയറുന്നു. ആ സൂപ്പർ മാർക്കറ്റ് കയറിയിട്ട് ഇപ്പോൾ സാധനങ്ങളൊക്കെ എടുക്കുന്നു അല്ലേ? സാധനങ്ങളൊക്കെ എടുത്തിട്ട് ക്യൂ നിൽക്കുന്നു. ഇതൊരു ടാസ്ക്കാണ്. പകരം നിങ്ങൾ വെറുതെ ഒരു ഫോണായിട്ട് സൂപ്പർ മാർക്കറ്റ് കയറുന്നു, ജസ്റ്റ് സാധനങ്ങളൊക്കെ സ്കാൻ ചെയ്യുന്നു. നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുമ്പോൾ സാധനങ്ങളൊക്കെ ഒരു കവറിലാക്കിയിട്ട് അവിടെ ഉണ്ടെങ്കിലോ നിങ്ങളൊരു ട്രോളായിട്ട് നടക്കണ്ട. ഒരു ഇൻട്രസ്റ്റിംഗ് ഐഡിയ, ഒരു വളരെ സിമ്പിൾ ഐഡിയ അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇറ്റ്സ് എ സിംപ്ലസ്റ്റ് ഓഫ് ദ സിംപ്ലസ്റ്റ് ഐഡിയ. നമ്മൾ സാധാരണ കാണുന്ന ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യുന്നു. ഇതാണ് അവൻ ചെയ്തിരുന്ന ഒരു കാര്യം. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിൽ ചെയ്തൊരു കാര്യം അതാണ്. ഈ പെർപ്യൂളിനെ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ഇപ്പോൾ പെർപ്യൂളിനെ വേറൊരു കമ്പനി വന്ന് അക്വയർ ചെയ്തു. അക്വയർ എന്ന് പറഞ്ഞ കമ്പനി മുഴുവനായിട്ടുണ്ട് വാങ്ങി. ഏതാ കമ്പനി എന്നറിയോ? ആമസോൺ. ആമസോൺ വന്നിട്ട് 112 കോടി രൂപ അവന് കൊടുത്തിട്ട് 112 crores കൊടുത്തിട്ട് ഈ കമ്പനിയെ വാങ്ങി. 112 കോടി രൂപ. അന്ന് ആമസോണിന്റെ സീനിയർ വൈസ് പ്രസിഡൻസിൽ ഒരാളാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇറ്റ്സ് എ സിമ്പിൾ ഐഡിയ. പക്ഷെ എന്താ ഐഡിയയുടെ പ്രത്യേകത? ഇറ്റ് ഈസ് ഓഫറിംഗ് ദ വേൾഡ് സംതിങ്. ലോകത്തില്ലാത്തൊരു കാര്യത്തെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്? ഓഫർ ചെയ്യുന്നുണ്ട്, ആഡ് ചെയ്യുന്നുണ്ട്. റൈറ്റ്? ദാറ്റ് 112 crores is the value for that idea and that execution. അല്ലേ? വാട്ട് വി ക്യാൻ ഓഫർ ദ വേൾഡ് ബാക്ക്. നിങ്ങൾ ഏത് കോളേജിൽ പഠിച്ചു എന്നുള്ളതിനേക്കാളും പ്രധാനമാണ് നിങ്ങൾക്ക് എന്ത് ലോകത്തിന് തിരിച്ചു കൊടുക്കാനുണ്ട് എന്നുള്ളത്. ഖാൻ അക്കാഡമി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഖാൻ അക്കാഡമി എന്നുള്ളത് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്, ലേണിംഗ് പ്ലാറ്റ്ഫോമാണ്. ഇന്ന് കോടിക്കണക്കിന് കുട്ടികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഫ്രീ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. സൽമാൻ ഖാൻ എന്നാണ് ആളെ പേര്. ആളുണ്ടാക്കിയ നമ്മുടെ സിനിമാ നടനല്ല, ഒരു പാകിസ്ഥാനി ഒറിജിനുള്ള ഒരു US സിറ്റിസൺ ആണ് സൽമാൻ ഖാൻ. സാൽ ഖാൻ എന്നാണ് വിളിക്കുക. സാൽ ഖാന് തൻ്റെ ഒരു ഫ്രണ്ടിന്റെ മോൾക്ക് അല്ലെങ്കിൽ തൻ്റെ കസിനായിട്ടുള്ള ഒരു കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ഓൺലൈനിൽ പഠിപ്പിച്ചു കൊടുത്തപ്പോൾ തോന്നിയത്, വൈ ഡോണ്ട് വി ടേൺ ദിസ് ടു എ പ്ലാറ്റ്ഫോം? ഫ്രീ ആയിട്ട് എല്ലാ കോച്ചിങ്ങും ക്ലാസ്സസും ഒരു 1ാം ക്ലാസ് മുതൽ ഒരു കോളേജ് ലെവൽ വരെ കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി. പൈസക്കാണോ? അല്ല, കംപ്ലീറ്റ്ലി ഫ്രീ. എങ്ങനെ ഇത് റൺ ചെയ്യണത്? ഫുള്ളി ഓൺ ഡൊണേഷൻസ്. കംപ്ലീറ്റ്ലി ഡൊണേഷൻ ബേസ്ഡ് ആയിട്ട് റൺ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്ന് നമ്മൾ ഇപ്പോൾ ഒരുപാട് ലേണിംഗ് പ്ലാറ്റ്ഫോംസിന് നമ്മൾ ഫീസ് കൊടുത്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കണ്ടന്റ് അവൈലബിൾ ആണ്. ഹീസ് ഓഫറിംഗ് സം വാല്യൂ ടു ദ വേൾഡ്. എന്തുകൊണ്ട് ആൾക്കാർ ഡൊണേഷനിലൂടെ ഖാൻ അക്കാഡമിയെ നിലനിർത്തുന്നത്? അതൊരു വാല്യൂ ഓഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ ആലോചിക്കേണ്ടത്, നിങ്ങൾക്ക് എന്ത് ഈ ലോകത്തിന് ഓഫർ ചെയ്യാൻ പറ്റും? ഈ ലോകത്തിന് നിങ്ങൾക്ക് എന്ത് ഓഫർ ചെയ്യാൻ പറ്റും? ഇതാണ് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട കാര്യം. അതിനെന്ത് സ്കിൽ സെറ്റാണ് നമുക്കുള്ളത്?
അങ്ങനെ നമ്മളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ഞാൻ കുറച്ചും കൂടി വിശദമാക്കാം. അപ്പം നേരത്തെ പാഷനെ കുറിച്ച് നിങ്ങളോട് സാറ് സംസാരിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. സാർ എന്തൊക്കെ പറഞ്ഞു എന്ന് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ഈ പാഷൻ എന്നുള്ളത് പല ആൾക്കാരും എന്താണ്, എന്തെങ്കിലുമൊക്കെ ഒരു വഹി ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ കാത്തുകയാണ്. വഹി ഇറങ്ങുക പറഞ്ഞാൽ എന്ത്, എൻ്റെ പാഷൻ എന്താണെന്ന് എനിക്കറിയില്ല. പാഷൻ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു തരുമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തോന്നിയിരിക്കും ഇതാണ് പാഷൻ. അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണമാണ്, ഇപ്പം നിങ്ങളൊരു റൊണാൾഡോനെ എടുക്കുക അല്ലെങ്കിൽ മെസ്സി എടുക്കാം. അവർ ദേ ആർ എക്സ്ട്രീംലി സ്കിൽഡ് അറ്റ് ഫുട്ബോൾ. എങ്ങനെ അവർ എക്സ്ട്രീംലി സ്കിൽഡ് ആവുന്നത്? എങ്ങനെ എക്സ്ട്രീംലി സ്കിൽഡ് ആവുന്നത്? അവർക്ക് ജനിച്ചപ്പോൾ തന്നെ കിട്ടിയൊരു സ്കില്ല് പ്രോബ്ലി ഉണ്ടാവാം. പക്ഷെ ആ ജനിച്ചപ്പോഴുള്ള സ്കില്ല് മാത്രം വെച്ചിട്ടാണോ അവർ ബെസ്റ്റ് ഫുട്ബോളേഴ്സായി മാറുന്നത്? അല്ല, ത്രൂ കൺസിസ്റ്റന്റ് പ്രാക്ടീസ് ആണ്. ഇവിടെ ഒരു ഫുട്ബോൾ ക്യാമ്പ് നടക്കേണ്ടതെന്ന് വിചാരിക്കും കോട്ടക്കൽ. മേ ബി ഒരു 100 ആൾക്കാർ ചേർന്നു. എന്തിനാ ഫുട്ബോൾ ക്യാമ്പിൽ നമ്മൾ ചേരുന്നത്? ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് അല്ലേ? അങ്ങനെ ഫുട്ബോൾ ക്യാമ്പ് ചേർന്ന് എല്ലാവരും ബൂട്ടൊക്കെ ഇട്ട് കളിക്കാൻ റെഡിയാവുന്നപ്പോൾ കോച്ച് പറഞ്ഞു, കളി അവിടെ നിൽക്കട്ടെ, ആദ്യം ഒരു 10 റൗണ്ട് ഓടിയിട്ട് വാ. പിന്നെ എന്ത് ചെയ്യണം? പിന്നെ കുറേ പ്രാക്ടീസ്, പാസിങ്, ഷൂട്ടിങ് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് 1 മണിക്കൂർ ക്യാമ്പിൽ 5 മിനിറ്റ് കളി. ഓക്കെ, ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ എത്ര ആൾക്കാർ ഈ ഫുട്ബോൾ ക്യാമ്പിലുണ്ടാവും? ഈ 100 ആളിൽ ഒരു 50 ആൾക്കാരുണ്ടാവും. ഒരു കൊല്ലം കഴിഞ്ഞാലോ മേ ബി ഒരു 20 ആൾക്കാരുണ്ടാവും. ശരിയല്ലേ? അല്ലേ? എന്താണ്? പക്ഷേ ഈ 20 ആൾക്കാർ they are truly passionate about football. ആദ്യത്തെ 100 ആൾക്കാർ പറയുന്നത് ഞങ്ങൾ പാഷനേറ്റ് അബൌട്ട് ഫുട്ബോൾ ആണെന്ന്. പക്ഷെ ശരിക്കാണോ? അല്ല. കാരണം അതിനുള്ള ഒരു കോമ്പീറ്റൻസി, അല്ലെങ്കിൽ കോമ്പീറ്റൻസിക്ക് അപ്പുറം കൺസിസ്റ്റൻസി അവർക്കില്ല. എന്നാൽ ഈ 20 ആൾക്കാരോ they are truly passionate. മാത്രമല്ല, ഒരു കൊല്ലം കഴിയുമ്പോൾ ഈ 20 ആൾക്കാർ ബെറ്റർ ഫുട്ബോളേഴ്സായി മാറിയിട്ടുണ്ടാവും. ശരിയല്ലേ? അല്ലേ? എങ്ങനെ അവർ ബെറ്റർ ഫുട്ബോളേഴ്സായി മാറുന്നത്? അവർ ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്തിട്ടാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു വിഷയത്തിൽ നിങ്ങൾ അടിപൊളിയായി മാറുന്നത്? വൺസ് യു പ്രാക്ടീസ് സംതിങ്, ഏത് കാര്യമാവട്ടെ, ഇഫ് യു വാണ്ട് ടു ബിക്കം ബെറ്റർ അറ്റ് സംതിങ് യു ഷുഡ് പുട്ട് ഇറ്റ് ഇൻ ടു പ്രാക്ടീസ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാൽ ന്യൂപോർട്ട് എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ സയന്റിസ്റ്റ് ഉണ്ട്. പുള്ളി പറഞ്ഞ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വാചകമുണ്ട്, പാഷൻ ഈസ് സൈഡ് എഫക്റ്റ് ഓഫ് മാസ്റ്ററിങ് സംതിങ്. പാഷൻ എന്നുള്ളത് നിങ്ങളൊരു വിഷയത്തെ നിങ്ങൾ വളരെ ഗൗരവമായി സമീപിച്ച് അതിന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് അതിനെ നിങ്ങൾ മാസ്റ്റർ ചെയ്യുന്നതിൻ്റെ സൈഡ് എഫക്റ്റ് ആണ് എന്ത്? ആ വിഷയത്തിൽ നിങ്ങൾ പാഷനേറ്റ് ആയിട്ട് മാറുക എന്നുള്ളത്. അല്ലാതെ അതർ വേ അല്ല. നിങ്ങൾ എന്തോ ഒരു പാഷന് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യുക, അതിൽ നിങ്ങൾ കുറേ വർക്ക് ചെയ്യുക എന്നുള്ളതല്ല. നിങ്ങൾ എന്തിനോന്ന് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തായി മാറും? ഓട്ടോമാറ്റിക്കലി അതിൽ കൂടുതൽ പാഷനേറ്റ് ആയിട്ട് മാറും എന്നുള്ളതാണ്. അല്ലെ, ലോകത്ത് എന്തൊക്കെയോ പുതിയ കാര്യങ്ങൾ വരുന്നു. ഇപ്പം AI, നിങ്ങൾ ജന്മന AI പാഷനേറ്റ് ആയിട്ടാണോ? അല്ല, നിങ്ങൾ ജനിച്ചതിന് ശേഷമാണ് പലപ്പോഴും പല AI ടൂൾസും വന്നിട്ടുള്ളത്. അത് നമ്മൾ ചെയ്ത് കുറേ നമ്മളതിൽ ബെറ്റർ വർക്ക് ചെയ്താൽ നമ്മൾ എന്തായി മാറും? ഓട്ടോമാറ്റിക്കലി നമ്മളതിൽ പാഷനേറ്റ് ആയി മാറും. എപ്പോൾ? അതിലുള്ള നെക്സ്റ്റ് ലെവൽ ചാലഞ്ചസ് അൺലോക്ക് ചെയ്യുമ്പോൾ. ഇപ്പം ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ പൊതുവേ സ്കൂളിൽ മാത്സും എന്താ പറയുക സയൻസും ഒക്കെ പഠിച്ചിരുന്ന, അത്യാവശ്യം കുഴപ്പമില്ലാതെ പഠിച്ചിരുന്ന ഒരാളാണ്. പക്ഷേ സ്കൂളിൽ ഞാൻ ഒരിക്കലും വിജയിച്ചിട്ടില്ലാത്തൊരു കാര്യമുണ്ട്. എന്താ പറയുക നിങ്ങൾക്ക്? പ്രസംഗം. സ്കൂളിൽ ഒരിക്കലും പ്രസംഗ മത്സരത്തിൽ എനിക്കൊരു സമ്മാനം കിട്ടിയിട്ടില്ല. എന്ന് മാത്രമല്ല, ഞാൻ ജന്മന ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണ്. അറിയോ നിങ്ങൾക്ക്? ക്യാൻ യു ഗസ്? ഇല്ല. എൻ്റെ വൈഫൊക്കെ എന്നെ ഇടക്കിടക്ക് ചീത്ത പറയും. അതായത് വീട്ടിൽ ആരെങ്കിലുമൊക്കെ വന്നാൽ നമ്മളിങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ ജസ്റ്റ് ഒരു വിശേഷമൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ഒരു മൂലക്ക് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ വൈഫിനോട് പറയും, എന്താണ് മനുഷ്യ, ഞങ്ങൾക്ക് വീട്ടിലൊരാൾ വന്നാൽ ഞങ്ങൾക്ക് കുറച്ചും കൂടി ആക്റ്റീവായി സംസാരിച്ചൂടെ? എൻ്റെ വൈഫാണെങ്കിൽ ആക്റ്റീവായിട്ട് അവരോടൊക്കെ അങ്ങ് സംസാരിക്കും. ഓക്കെ, പക്ഷേ ഓളോട് ഇതേപോലെ ഒരു 100 ആളെ മുമ്പിൽ സംസാരിക്കാൻ വന്നാൽ ഓള് സംസാരിക്കൂല. ഞാനാണെങ്കിലോ ഇതൊരു 1000 ആൾക്കാർ 10,000 ആൾക്കാരാണെങ്കിലും കുഴപ്പം, ഞാൻ സംസാരിക്കും. 10,000 ആൾക്കാരോട് സംസാരിക്കുക എന്നുള്ളത് എനിക്ക് വിഷയമല്ല. നേരെ മറിച്ച് അവിടെ ഇരിക്കുന്ന ഒരാളോട് വന്ന് സംസാരിക്കുക എന്നുള്ളത് എനിക്ക് എന്താണ് പ്രശ്നമാണ്. ഞാൻ അവളോട് പറയും, എന്താണ്, ഞാൻ ഇൻട്രോവേർട്ടാണ്, ഞാൻ എല്ലാ പേഴ്സണാലിറ്റി ടെസ്റ്റൊക്കെ ഞാൻ കുറേ ചെയ്ത് നോക്കിയിട്ടുണ്ട്, എല്ലാത്തിനും പറയുന്നത് ഞാൻ ഇൻട്രോവേർട്ടാണ്. അവൾ വിശ്വസിക്കൂല. അവൾ പറയും, എന്ത് നിങ്ങൾ ഈ 10,000 ആൾക്കാരോടൊക്കെ പോയി സംസാരിക്കുക, എന്നിട്ട് വീട്ടിലൊരാൾ വന്ന് അങ്ങനെ സംസാരിക്കാൻ വയ്യ, എന്നെ നല്ലതായി ചീത്ത അറിയും, ഫയർ ചെയ്യും. പക്ഷെ ഇതെന്താണ്, ഈ ഒരു ഇപ്പം ഞാൻ യൂട്യൂബിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ വീഡിയോസ് ഇടുന്നു. യൂട്യൂബിൽ എനിക്കൊരു 110K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഇതേപോലെ ഒരു 110K പ്ലസ് ഫോളോവേഴ്സ് ഉണ്ട്. ഞാൻ ജനിച്ചപ്പോൾ ഇൻസ്റ്റാഗ്രാമോ യൂട്യൂബോ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ നിങ്ങളുടെ +2 കാലഘട്ടം കഴിയുന്നവരെ ഞാൻ ഈ സാധനമൊന്നും കണ്ടിട്ടില്ല. എൻ്റെ ഒരു +2 കഴിയുന്ന സമയത്താണ് യൂട്യൂബൊക്കെ ആക്റ്റീവായി വരുന്നത്. ഇൻസ്റ്റാഗ്രാം അതും കഴിഞ്ഞ് ഏറെ കാലത്തിന് ശേഷമാണ് ഇൻസ്റ്റാഗ്രാമൊക്കെ വരുന്നത്. ഓക്കെ, അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എങ്ങനെയാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിൽ ഒരു വീഡിയോ ഇടുന്നതും അല്ലെങ്കിൽ അതിന് ഞാൻ ബെറ്ററായി മറന്നു പറഞ്ഞ പോലെ ഒരു പ്രസംഗിച്ച ഒന്നും ശീലം എനിക്കില്ല. കോവിഡ് സമയത്ത്
കോവിഡ് സമയത്ത് തോന്നുന്നത് കുറച്ച് സമയമുണ്ട്, ഇപ്പോൾ ക്ലാസ്സസ് ഇടാം. അങ്ങനെയാണ് ഈ XY ലേണിങ്ങിൻ്റെ തുടക്കം. അപ്പോൾ ക്ലാസ്സസ് ഇടാൻ തോന്നുമ്പോൾ ഞാൻ തന്നെ റെക്കോർഡ് ചെയ്യുന്നു, ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത് ഇടുന്നു. അപ്പോൾ ആരോ പറയുന്നുണ്ട് ഗ്രീൻ സ്ക്രീൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അത് ഉപയോഗിച്ച് എന്ത് ചെയ്യാം, നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ സാധനങ്ങളൊക്കെ വരുത്താം. അപ്പോൾ ഞാൻ എൻ്റെ ഫാദറിൻ്റെ അടുത്തുള്ള ഫാദർ ഡോക്ടറാണ്, അപ്പോൾ അവിടെ നിന്നുള്ള ഒരു ഗ്രീൻ ബെഡ്ഷീറ്റ് എടുക്കുന്നു, അതാണ് നിങ്ങൾക്ക് ബാക്കിൽ കാണുന്നത്. അത് എടുത്തിടുന്നു, വീഡിയോസ് ഞാൻ തന്നെ ഉണ്ടാക്കുന്നു, എഡിറ്റ് ചെയ്യുന്നു, ഇടുന്നു. ആദ്യം ഞാൻ ഈ വീഡിയോസൊക്കെ ഇടുമ്പോൾ ഒരു 50 ആൾക്കാർ ഞാൻ തന്നെ അയച്ചു കൊടുക്കും അല്ലേ, നമ്മളൊരു വീഡിയോ ഒക്കെ നമ്മൾ തന്നെ എല്ലാവർക്കും അയച്ചു കൊടുക്കും. അപ്പോൾ ഒരു 50 ആൾ 100 ആളൊക്കെ കാണും. എല്ലാവരും ആദ്യം ലൈക്കൊക്കെ ഇടും, പിന്നെ ഇത് സ്ഥിരമായിട്ട് അയക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ ആൾക്കാർ ലൈക്ക് കൂടാതായി. അപ്പോൾ എന്നൊരു വീഡിയോ ഇട്ടാലും മേ ബി ഒരു 50 ആൾ 100 ആൾ കാണും. ബട്ട് ഒരു ദിവസം ഞാൻ എണീറ്റ് നോക്കിയപ്പോൾ ഒരു വീഡിയോ 2000 ആൾക്കാർ കണ്ടു. അപ്പം എന്താ, അപ്പം എനിക്ക് തോന്നി ഇതിനെന്തോ ഒരു സംഭവമുണ്ട്, ഈ വീഡിയോക്ക് മാത്രം എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ ആ വീഡിയോ എന്ന് പറഞ്ഞാൽ നീറ്റ് പരീക്ഷ വന്നിട്ട് അതിൻ്റെ റിസൾട്ട് അനലൈസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ അന്ന് എന്താ പ്രത്യേകത, ഈ റിസൾട്ട് വന്ന ഒരുപാട് ആൾക്കാർ സെർച്ച് ചെയ്യും. അപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അന്ന് റെലവൻ്റ് ആയ വീഡിയോ ആയതുകൊണ്ട് അത് വരും, അങ്ങനെ ആൾക്കാർ അത് കണ്ടു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ആളുകൾക്ക് ഓരോ സമയത്തും താല്പര്യമുള്ള സാധനം ഉണ്ടാവും. ഇപ്പോൾ CUT എന്ന വിഷയത്തിൽ ഒരു വീഡിയോ ഞാൻ ചിലപ്പോൾ ഇന്നിട്ടാൽ അടിപൊളിയായിരിക്കും, ജൂണിലിട്ടൊരു കാര്യമൊന്നും ഉണ്ടാവില്ല. ഇപ്പം നിങ്ങൾ CUT കുറിച്ച് ആക്റ്റീവ്ലി സീക്കിംഗ് ആണ്. ഇതാണ് യൂട്യൂബിൻ്റെ അൽഗോരിതം. അങ്ങനെ ഞാൻ കുറച്ചും കൂടി ഇംപ്രവൈസ് ചെയ്ത് വീഡിയോസ് ഇടാൻ തുടങ്ങി. സംഭവം എന്താണ്, ഞാൻ യൂട്യൂബിൽ പാഷനേറ്റ് ആയിട്ടാണോ, അല്ല, പിന്നെ ഞാൻ അത് ചെയ്ത് എനിക്കിത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. ഞാൻ യൂട്യൂബിൽ എന്തായി മാറി, അല്ലെങ്കിൽ യൂട്യൂബിൽ പാഷനേറ്റ് ആയി മാറി. ഇൻസ്റ്റാഗ്രാം ഭയങ്കര രസമായിരുന്നു. യൂട്യൂബ് ഒരു സൈഡിൽ ഇങ്ങനെ ഗ്രോ ചെയ്യുമ്പോൾ ഇൻസ്റ്റാഗ്രാം ആരും കാണുന്നില്ല. മാത്രമല്ല നിങ്ങളൊരു ജെൻ ആൽഫ പ്ലാറ്റ്ഫോമാണ്, ഞങ്ങളുടെ ഒരു തന്തവൈബ് ജനറേഷൻ്റെ പ്ലാറ്റ്ഫോം അല്ല. പക്ഷെ ഞാൻ കുറേ കാര്യങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഇൻസ്റ്റാഗ്രാം ഇങ്ങനെയാണ് വർക്ക് ചെയ്യണത്. ഇതെങ്ങനെ മനസ്സിലാവുന്നത്, നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടാണ്. ഏതൊരു കാര്യവും നമ്മൾ ക്രാക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മളൊരു വിഷയത്തിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് അതിൽ ട്രയൽ ആൻഡ് എറർ നടത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്കിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളിങ്ങനെ പറയും അപ് സ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ സ്കിൽസ് വേണം. ഈ സ്കിൽസ് എന്നുള്ളത് നമ്മൾ പ്രാക്ടീസിലൂടെ ഏൺ ചെയ്യുന്നൊരു സംഭവമാണ്. അത് ഈവൻ മാത്സ് ആണെങ്കിലും അങ്ങനെയാണ്. ഇപ്പോൾ നിങ്ങൾ CUT എക്സാം എഴുതണം, നിങ്ങൾ വിചാരിക്കുകയാണ് ഈ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഞാൻ മോശമാണ്, എന്ത് ചെയ്യണം, ഇംഗ്ലീഷ് എടുത്ത് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്താൽ നിങ്ങൾ ഇംഗ്ലീഷിൽ ബെറ്റർ ആയി മാറും. ആസ് സിമ്പിൾ ആസ് ദാറ്റ്, അത്രേ ഉള്ളൂ. നിങ്ങൾക്കൊരു ഗോൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വിഷയത്തിൽ വർക്ക് ചെയ്താൽ നിങ്ങൾ എന്തായി മാറും, നിങ്ങൾ ബെറ്ററായി മാറും. ഓക്കെ, പക്ഷേ ഈ സ്കിൽസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തിനാണ് സ്കോപ്പ് ഉള്ളത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം എന്താണെന്നറിയോ, നിങ്ങളടുത്തുള്ള സ്കിൽസ് 2 കാര്യങ്ങളാവാം, എയ്തർ റെയർ അല്ലെങ്കിൽ വാല്യുബിൾ, അല്ലെങ്കിൽ ഇത് രണ്ടും. എയ്തർ റെയർ അല്ലെങ്കിൽ വാല്യുബിൾ അല്ലെങ്കിൽ രണ്ടും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് നന്നായിട്ട് എന്താ പറയുക ഒരു മെഷീൻ ലേണിംഗ് അൽഗോരിതം എഴുതാൻ അറിയാമെന്ന് വിചാരിക്കുക. ഞാൻ നിങ്ങൾക്ക് ഒരാളെ കാണിച്ചു തരാം. യെസ്, ഇയാളുടെ പേരാണ് ത്രപിത് ബൻസാൽ. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇല്ല. ത്രപിത് ബൻസാല് കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് ഹി വാസ് എൻ എഞ്ചിനീയർ ഇൻ ഓപ്പൺ എ അറിയാലോ, ChatGPT ഉണ്ടാക്കിയ കമ്പനിയാണ് ഓപ്പൺ എയിൽ എഞ്ചിനീയർ ആയിരുന്നു ആര്, ത്രപിത് ബൻസാൽ. പുള്ളിക്ക് മെറ്റ, അതായത് ഫേസ്ബുക്കിന്റെ പാരന്റ് കമ്പനി ഒരു ഓഫർ കൊടുത്തു. എത്ര രൂപ എന്നറിയോ, 850 കോടി രൂപ ശമ്പളം, 850 crore rupees. പുള്ളി എന്താ പഠിച്ചത്, ഹി സ്റ്റഡീഡ് മാത്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, എഞ്ചിനീയറിംഗ് പോലല്ല. IIT കാൺപൂരിലെ മാത്സും സ്റ്റാറ്റിസ്റ്റിക്സും പഠിച്ച ആളാണ് ത്രപിത് ബൻസാൽ. ഓക്കെ, എന്താ ഇത്ര ശമ്പളം കിട്ടാൻ കാരണം, പുള്ളിക്കൊരു വാല്യുബിൾ സ്കില്ലുണ്ട്. അത് എന്താണ്, ഈ ഓപ്പൺ എ ChatGPT പോലത്തെ പ്ലാറ്റ്ഫോംസ് ഉണ്ടാക്കാനുള്ള അൽഗോരിതംസ് എഴുതുക AI വളരെ അടിപൊളിയാണ്. ഇറ്റ്സ് എ റെയർ സ്കിൽ. ലോകത്ത് എല്ലാവർക്കും ഉള്ള സ്കില്ലാണോ, അല്ല. ലോകത്ത് അധികം ആൾക്കാർക്ക് ഒന്നും ഇല്ലാത്തൊരു സ്കില്ലാണെന്ത്, സ്കില്ലാണെന്ത്, ഈ ChatGPT ഉണ്ടാക്കാനുള്ള അൽഗോരിതംസ് എഴുതുക എന്നുള്ളത്, അല്ലേ? അതേപോലെ വളരെ വാല്യുബിൾ ആയിട്ടുള്ള സ്കില്ലാണ്. ഈ റെയർ ആൻഡ് വാല്യുബിൾ ആയിട്ട് നമ്മുടെ അടുത്ത് എന്താ ഉള്ളത്, ഇത് വളരെ പ്രധാനമാണ്. ഒരു കാര്യത്തിന് സ്കോപ്പ് ഉണ്ടോ നിങ്ങൾ ചോദിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ, വീണ്ടും ഇപ്പോൾ ഒരു കാലത്ത് എഞ്ചിനീയേഴ്സിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു, ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് എന്താ ചെയ്തത് വെച്ചാൽ കേരളത്തിൽ ഒരുപാട് പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങി. അപ്പോൾ അന്ന് ഒരു കല്ലിട്ടെറിഞ്ഞാൽ ഒരു എഞ്ചിനീയറെ തലയിൽ കൊള്ളും എന്നുള്ളൊരു അവസ്ഥയിലെത്തി. അപ്പോൾ എന്തായി, ഇപ്പോൾ ഈ ഒരു എന്താ പറയുക, അപ്പോൾ എന്താ സംഭവിക്കാറ് നിങ്ങൾക്ക്, ഇപ്പം എൻ്റെ അടുത്ത് ഒരു പെന്നുണ്ടെന്ന് വിചാരിക്കാം, ഒരു പെന്നുണ്ടായിരുന്നല്ലോ, പോയി കാണാനില്ല. എൻ്റെ അടുത്തൊരു പെന്നുണ്ടെന്ന് വിചാരിക്കാം. ഈ പെന്നിന് നിങ്ങൾ എത്ര രൂപ തരും? ഒരു പെന്നിൻ്റെ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര രൂപ തരും? ഇതൊരു പെന്നാണെന്ന് സങ്കല്പിച്ചോളി, എത്ര രൂപ തരും? 10 രൂപ? 100 രൂപ വെച്ചാലോ തരുമോ? 1000 രൂപ വെച്ചാലോ? 10,000 രൂപ വെച്ചാലോ? ഇല്ല. എന്താ കാരണം? 10 രൂപയ്ക്ക് നിങ്ങൾക്ക് വേറെ പെന്ന് വാങ്ങാൻ കിട്ടൂല്ലേ, അതുകൊണ്ടാണ് നിങ്ങൾ തരാത്തത്. വളരെ സിമ്പിൾ അല്ലേ?
അല്ലേ? എന്നാൽ നാളെ നിങ്ങൾക്ക് പരീക്ഷയാണ്. ഈ കോട്ടക്കൽ അങ്ങാടിയിലുള്ള എല്ലാ പെന്നും സമൂഹവും ഡിസപ്പിയർ ചെയ്തു എന്ന് വിചാരിക്കുക. എൻ്റെ അടുത്ത് മാത്രമേ പെന്നുള്ളൂ. ഞാൻ 1000 രൂപ ചോദിച്ചാലോ വാങ്ങാൻ ആൾക്കാരുണ്ടാവും. കാരണം എന്താ? ദിസ് ഈസ് എക്കണോമിക്സിലെ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു തിയറാണ്. എന്ത്? ഡിമാൻഡ് വേഴ്സസ് സപ്ലൈ അല്ലേ? ഒരു സംഭവത്തിന് എന്ത് വേണം? എയ്തർ സപ്ലൈ കുറവായിരിക്കണം അല്ലെങ്കിൽ ഡിമാൻഡ് ഹയർ ആയിരിക്കണം. അല്ലെങ്കിൽ രണ്ടും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ എന്ത് ചെയ്യും? അടിപൊളിയായിട്ട് കൂടും. എഞ്ചിനീയർമാർ ഒരുപാട് വന്നപ്പോൾ എന്താ സംഭവിച്ചേ? സപ്ലൈ കൂടി, എഞ്ചിനീയറിങ്ങിന് വില ഇല്ലാതായി. ഇപ്പൊ BDS എന്താ സംഭവിച്ചത്? BDS അല്ലേ, നമ്മൾ പറയാറുണ്ട് ഒരു BDS കഴിഞ്ഞ ഡോക്ടർക്ക് ഒരു 8000 രൂപ 10000 രൂപയാണ് ശമ്പളം. ആണ്, റിയാലിറ്റി അതാണ്. ഒരു 5 കൊല്ലൊക്കെ BDS പഠിച്ചിട്ട് പല ആൾക്കാർക്കും 8000 രൂപ 10000 രൂപയാണ് ശമ്പളം. എന്താ പ്രശ്നം? ഒരുപാട് പ്രൈവറ്റ് ഡെന്റൽ കോളേജുകൾ വന്നു. അതോടുകൂടി അത് ജസ്റ്റ് കഴിഞ്ഞിറങ്ങിയവർക്ക് എന്തില്ല, വിലയില്ല. എഞ്ചിനീയറിംഗ് അതന്നെ, ജസ്റ്റ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് കാര്യമില്ല. നേരെ മറിച്ച് നിങ്ങളൊരു NIT എന്നാണ് എഞ്ചിനീയറിംഗ് കഴിയുന്നതെങ്കിലോ, ഒരു IIT എന്നാണ് എഞ്ചിനീയറിംഗ് കഴിയുന്നതെങ്കിലോ, തിങ്സ് ഹാവ് ചേഞ്ച്ഡ്. കാരണം അവിടെ സപ്ലൈ കുറവാണ്. ഒരു IIT എഞ്ചിനീയർ, ഒരു NIT എഞ്ചിനീയർ സപ്ലൈ കുറവാണ് അല്ലേ? കുറച്ചും കൂടി സ്കിൽഡ് ആയിരിക്കും അല്ലേ? ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ നമ്മുടെ സ്കിൽസ് എന്നുള്ളത് റെയർ ആൻഡ് വാല്യുബിൾ ആവണം. നമ്മുടെ സ്കിൽസ് നിങ്ങൾ എവിടെ പഠിച്ചാലും റെയർ ആൻഡ് വാല്യുബിൾ ആവണം. അതിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഒന്ന്, നിങ്ങൾ എവിടെ പഠിക്കുന്നു എന്നുള്ളതാണ്. രണ്ട്, നിങ്ങൾ എന്ത് പഠിക്കുന്നു എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ ഈ ഒരു ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു BSc ഫിസിക്സ് ചെയ്യാം. BSc ഫിസിക്സ് ഇവിടുന്ന് PSMO കോളേജിൽ നിന്ന് ചെയ്യാം, ഫറൂഖ് കോളേജിൽ നിന്ന് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ചെയ്യാം, ഐസറിന്ന് ചെയ്യാം, IIT നിന്നും ചെയ്യാം. ഓരോന്നിൻ്റെ വാല്യൂവിൽ എന്തുണ്ട്? ഡിഫറൻസ് ഉണ്ട്. ഓരോന്നും ഓഫർ ചെയ്യുന്ന വാല്യൂവിൽ എന്തുണ്ട്? ആക്ച്വലി ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്കിൽസ് റെയർ ആൻഡ് വാല്യുബിൾ ആക്കുക നിങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ സ്കിൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിക്കൽ അല്ലെങ്കിൽ ഫിസിക്സ് പഠിക്കുക, സയൻസ് പഠിക്കുക എന്നുള്ളതല്ല. ഇത് വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ 2025 റിപ്പോർട്ടാണ്. വേൾഡ് എക്കണോമിക് ഫോറത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ല? പത്രം വായിക്കലുണ്ടോ? ഇല്ല, അതാണ് പ്രശ്നം. ഇപ്പോൾ നമ്മുടെ മന്ത്രിമാരൊക്കെ ഉള്ള സ്ഥലമാണ് ഡാവോസ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, സ്വിറ്റ്സർലൻഡ് തന്നെയല്ലേ? യെസ്, ഡാവോസിൽ വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ഇയർലി കോൺക്ലേവ് നടക്കുന്നത്. നമ്മുടെ മന്ത്രി P. രാജീവ് ഇവരൊക്കെ പങ്കെടുത്തു. നിങ്ങൾ ചിലപ്പോൾ പത്രത്തിൽ കണ്ടിട്ടുണ്ടാവില്ല, പത്രം വായിക്കില്ലെങ്കിൽ നിങ്ങൾ പോയിട്ടൊന്ന് നോക്കുക, അല്ലെങ്കിൽ ഓൺലൈൻ ന്യൂസ് പോർട്ടൽസ് നോക്കുക. വേൾഡ് എക്കണോമിക് ഫോറം എന്നുള്ളത് വലിയൊരു ഓർഗനൈസേഷനാണ്. അവരെല്ലാ വർഷവും ഒരു ഫ്യൂച്ചർ ഓഫ് ജോബ്സ് എന്ന് പറഞ്ഞ റിപ്പോർട്ട് തരും. അതായത് ആളുകൾ എന്താണ്, നിങ്ങളെ ജോലിക്ക് എടുക്കുന്ന ആൾക്കാർ എന്താ നോക്കുന്നത്. അപ്പം അതിൽ പറഞ്ഞൊരു കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്കിൽസ് ഏതാണ്. ഇത് വായിക്കാൻ കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയാം, ഒന്നും കൂടി വായിച്ചുതരാം. നമ്പർ 1 skill is analytical thinking. The second important skill is resilience, flexibility and agility. മൂന്നാമത്തത് ലീഡർഷിപ്പ് ആൻഡ് സോഷ്യൽ ഇൻഫ്ലുവൻസ്. നാലാമത്തത് ക്രിയേറ്റീവ് തിങ്കിങ്. അഞ്ചാമത്തത് മോട്ടിവേഷൻ ആൻഡ് സെൽഫ് അവെയർനെസ്. ആറാമത്തത് ടെക്നോളജിക്കൽ ലിറ്ററസി. നിങ്ങൾ ടെക്നോളജി അറിയുക എന്നുള്ളതിനേക്കാൾ ഇന്നത്തെ കാലത്ത് പ്രധാനപ്പെട്ട കാര്യം എന്താ? ഡു യു ഹാവ് അനലിറ്റിക്കൽ തിങ്കിങ് സ്കിൽസ്? എന്താ റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ? ഇപ്പം ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുന്നു, ഇവിടെ ഒരു ക്രൈസിസ് വന്നാൽ അല്ലേ, അതാണ് ഫ്ലെക്സിബിലിറ്റി. നിങ്ങൾ എങ്ങനെ അതിനെ നേരിടുന്നു എന്നുള്ളത്. ഒരു സ്പീഡിലൊരു കാര്യം ചെയ്യുന്നു, അതിനാണ് അജിലിറ്റി എന്ന് പറയുന്നത്, റൈറ്റ്? അതേപോലെ തന്നെ ലീഡർഷിപ്പ്. നിങ്ങൾ ഒരു സ്കൂളിൽ അല്ലെങ്കിൽ ഒരു കോളേജിൽ ഒരു പ്രോഗ്രാം, ഒരു ക്ലബ്ബിൽ ലീഡറായിട്ടിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? ആർ യു മോട്ടിവേറ്റഡ്? ഇതൊക്കെ വളരെ പ്രധാനമാണ്. AI വരുന്നത് എത്ര? 11ാമത്താണ്. AI ആൻഡ് ബിഗ് ഡാറ്റ എന്നുള്ളത് 11ാമത്തെ സ്കില്ലാണ്. അതായത് ഇന്നത്തെ കാലത്ത് ഒരുപാട് കാര്യങ്ങൾ മെഷീൻസിന് റീപ്ലേസ് ചെയ്യാൻ പറ്റും. നമ്മുടെ എഴുത്ത്, നമ്മുടെ ഈവൻ മാത്തമാറ്റിക്കൽ പ്രോബ്ലം സോൾവിങ്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ AIക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. AIക്ക് ഇന്നും റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത കാര്യം എന്നുള്ളത് നമ്മുടെ സോഫ്റ്റ് സ്കിൽസ് ആണ്. അനലിറ്റിക്കൽ തിങ്കിങ്, റെസിലിയൻസ്, ഫ്ലെക്സിബിലിറ്റി, എജിലിറ്റി, ക്രിയേറ്റീവ് തിങ്കിങ്, സോഷ്യൽ ഇൻഫ്ലുവൻസ്, ലീഡർഷിപ്പ്, ഇതൊക്കെ AIക്ക് റീപ്ലേസ് ചെയ്യാൻ പ്രയാസമാണ്. അപ്പോൾ ഈ സോഫ്റ്റ് സ്കിൽസ് നമ്മൾ ഏൺ ചെയ്യണം. നിങ്ങൾ കോഡിങ് പഠിക്കാൻ 3 മാസത്തെ കോഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ അല്ലേ, ഇംഗ്ലീഷ് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ 3 മാസത്തെ കോഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അല്ലെങ്കിൽ ഏതെങ്കിലും ജാങ്കോ, Node.js ഇതൊക്കെ പഠിക്കാൻ നിങ്ങൾ കോഴ്സസ് കണ്ടിട്ടുണ്ടാവും. എന്നാൽ റെസിലിയൻസ് പഠിക്കാനുള്ള കോഴ്സ് നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ? 3 മാസം കൊണ്ട് റെസിലിയൻസ് പഠിക്കാം, അനലിറ്റിക്കൽ തിങ്കിങ് പഠിക്കാം, എജിലിറ്റി പഠിക്കാം. എവിടെയും കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇത് എവിടുന്ന് കിട്ടുക? ഈ പറഞ്ഞ സ്കിൽസൊക്കെ നമ്മൾ എവിടുന്ന് ഏൺ ചെയ്യാന്നുള്ള വലിയൊരു ചോദ്യമല്ലേ? അത് ഏൺ ചെയ്യാനാണ് നിങ്ങൾ കോളേജിൽ പോകേണ്ടത്. നിങ്ങൾ കോളേജിൽ പോകണമെങ്കിൽ പോണത് എന്തിനായിരിക്കണം? ഏതെങ്കിലും ഒരു കണ്ടന്റ് പഠിക്കാൻ വേണ്ടി മാത്രമല്ല. അത് പഠിക്കാൻ നിങ്ങൾക്ക് ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ട്. നേരെ മറിച്ച് നിങ്ങളുടെ സോഷ്യൽ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ കൂടി ആയിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? കോളേജിൽ പോകേണ്ടത്. ഞാൻ പറയാൻ കാരണം, നിങ്ങൾ നല്ലൊരു കോളേജിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ കിട്ടിയിട്ട് നിങ്ങളിങ്ങനെ വെറുതെ മിണ്ടാതിരിക്കല്ല വേണ്ടത്. എന്താ വേണ്ടത്? നമ്മളവിടെ സജീവമായിട്ട് ആ ക്യാമ്പസുകളിൽ ഇടപെടണം. നമ്മുടെ ഒരു സിഗ്നേച്ചർ അവിടെയൊക്കെ പതിപ്പിക്കണം. അത് എന്തിനു വേണ്ടിയല്ല, നമ്മളൊരു വലിയ ആളാവാൻ വേണ്ടി മാത്രമല്ല, നമ്മൾ കുറേ സ്കിൽസ് ഏൺ ചെയ്യുക. അങ്ങനെയാണ്
അവിടുത്തെ പ്രോഗ്രാംസ് നല്ല പ്രോഗ്രാംസിലൊക്കെ നമ്മൾ ഉണ്ടാവണം. അതിന് നല്ല കോളേജിൽ പോകാന്നുള്ളതും പ്രധാനമാണ്. നല്ല കോളേജിൽ പോയാലാണ് ഈ പറഞ്ഞ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടാവുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു നോർമൽ കോളേജും ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു IIT എടുക്കുക. ഞാൻ IIT മദ്രാസിലാണ് പഠിച്ചത്. IIT മദ്രാസിൽ 8 മാസമാണ് ഒരു വർഷം ക്ലാസ് ഉള്ളത്, 4 മാസം വെക്കേഷനാണ്. നിങ്ങൾ NIT കാലിക്കറ്റിൽ IIT-യിലൊക്കെ പോയേക്കാം, 4 മാസം വെക്കേഷനാണ്. നിങ്ങൾക്ക് സ്കൂൾ പോലും കിട്ടൂല. ഉച്ച വരെ ക്ലാസ് ഉണ്ടാവുള്ളൂ. ഉച്ചയ്ക്ക് ശേഷം ഒന്നെങ്കിൽ ലാബ് ഉണ്ടാവും, അല്ലെങ്കിൽ ക്ലാസ് ഉണ്ടാവില്ല. വെറുതെ ഇരിക്കാം മീൻസ് വേറെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടാവും. എന്തുകൊണ്ടാണ് IITs-ൽ നിന്നോ NITs നിന്നോ ഇത്ര അധികം നല്ല ഔട്ട്പുട്ട് വരാനുള്ള റീസൺ? അത് അവിടുത്തെ ഒരു അക്കാഡമിക് സ്ട്രക്ചർ കൂടി അങ്ങനെ ആയതുകൊണ്ടാണ്. കുറേ പഠിപ്പിക്കുക എന്നുള്ളതല്ല. ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഓണ്ടർപ്രണർഷിപ്പ് ക്ലബിൻ്റെ മീറ്റപ്പ് നടക്കുന്നുണ്ടാവും. ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു കോളേജിൽ ഒരു ഓണ്ടർപ്രണർഷിപ്പ് ക്ലബിൻ്റെ മീറ്റപ്പ് എന്ന് പറഞ്ഞാൽ കൊല്ലത്തിൽ ഒരിക്കൽ നടക്കുന്ന ഒരു സംഭവമാണ്. അല്ലെങ്കിൽ ഒരു ആർട്ട് ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ കൊല്ലത്തിൽ ഒരിക്കൽ നടക്കുന്ന ഒരു സംഭവമാണ്. ഒരു കോഡിംഗ് സംഭവം എന്ന് പറഞ്ഞാൽ കൊല്ലത്തിലൊരിക്കൽ നടക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഇത് നിരന്തരം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതിൻ്റെ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് ഉണ്ടാവും. സിവിൽ സർവീസ് നോക്കുക, സിവിൽ സർവീസിനുള്ള ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകൾ ഉണ്ടാവും. ഇവർ നിരന്തരം മീറ്റ് ചെയ്യുന്നുണ്ടാവും, ഒരുപാട് ആൾക്കാരെ കാണുന്നുണ്ടാവും. ഈ ഒരു പ്രോസസ്സാണ് നല്ല യൂണിവേഴ്സിറ്റികളിൽ നടക്കുന്നത്. നല്ല യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ പോകുന്നത് എന്തിനല്ല, നമ്മൾ പഠിക്കാൻ വേണ്ടി മാത്രമല്ല. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. നല്ല യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ പോകുന്നത് നമ്മുടെ സോഷ്യൽ ഇൻട്രാക്ഷൻസ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ്, നെറ്റ്വർക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. അവിടുന്ന് വരുന്ന ഐഡിയാസ്, പല ഐഡിയാസുമായി വരുന്ന ഇന്ത്യയിലെ തന്നെ മികച്ച കുട്ടികളുമായി ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിനാണ് പോണത്. അതുകൊണ്ട് ഞാൻ പറയും, ഇന്നത്തെ കാലത്ത് ഏത് കോഴ്സ് എടുക്കുന്നു എന്നുള്ളതിനേക്കാളും പ്രധാനമാണ് നിങ്ങൾ ഏത് കോളേജിൽ പോകുന്നു എന്നുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് മാക്സിമൈസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കോളേജിൽ നിങ്ങൾ പോവുക. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ സോഫ്റ്റ് സ്കിൽസൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കതും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. സോഫ്റ്റ് സ്കിൽസ് വേറെ എന്തിനേക്കാളും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് എന്തുള്ളത്, നമ്മളുള്ളത്. അതോടൊപ്പം ഇത് ഗൂഗിളിൻ്റെ നിങ്ങൾക്ക് ഇപ്പോഴും പോയി നോക്കിയാൽ കാണാം, ഗൂഗിളിൻ്റെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ്. എന്താ ഈ ജോബ് ഓപ്പർച്യൂണിറ്റിയിൽ പറയുന്നത്? സ്റ്റുഡൻറ് റിസർച്ചറെ വേണം. എന്ത് പഠിക്കുന്ന? കമ്പ്യൂട്ടർ സയൻസ്. അടുത്തത് എന്താ, വായിക്കാൻ പറ്റുണ്ടോ? കമ്പ്യൂട്ടർ സയൻസ്, ലിംഗ്വിസ്റ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ബയോസ്റ്റാറ്റിസ്റ്റിക്സ്, അപ്ലൈഡ് മാത്തമാറ്റിക്സ്, ഓപ്പറേഷൻ റിസർച്ച്, എക്കണോമിക്സ്, നാച്ചുറൽ സയൻസ്. ഇതൊക്കെ പഠിക്കുന്ന ആൾക്കാർ ആർക്ക് വേണം? ലോകത്തിലെ ഏറ്റവും വലിയ സോഫ്റ്റ്വെയർ കമ്പനി ആയിട്ടുള്ള ഗൂഗിളിന് വേണം. എഞ്ചിനീയറിംഗ് മാത്രമാണോ? അല്ല, ലിംഗ്വിസ്റ്റിക്സ് വരുന്നുണ്ട് അല്ലേ? എന്ത് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ? ഭാഷാശാസ്ത്രത്തിലാണ് നമ്മൾ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയാം. നമ്മൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞ FLU, ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയാൽ നിങ്ങൾക്ക് ലിംഗ്വിസ്റ്റിക്സിലുള്ള ഡിഗ്രിയും PG ഒക്കെ കാണാൻ പറ്റും. എൻ്റെ ഫ്രണ്ടിൽ PhD ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട്. എന്തിനാണ് ഗൂഗിളിന് ലിംഗ്വിസ്റ്റിക്സ് കഴിഞ്ഞ ഒരാളെ? ഗൂഗിളിന് എന്തിനാണ് ലിംഗ്വിസ്റ്റിക്സ് കഴിഞ്ഞ ഒരാളെ? ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അല്ല. ഗൂഗിളിന് എന്തിനാണ് ലിംഗ്വിസ്റ്റിക്സ് കഴിഞ്ഞ ഒരാളെ? ഞാൻ ഹലോ ഗൂഗിൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഹായ് അലക്സ എന്ന് പറഞ്ഞാൽ മനസ്സിലാവണം അല്ലേ? ഞാൻ ഹായ് അലക്സ എന്ന് പറയുന്ന പോലെ ആയിരിക്കോ ഒരു ഇംഗ്ലീഷുകാരൻ ഹായ് അലക്സ അല്ലെങ്കിൽ ഹലോ ഗൂഗിൾ എന്ന് പറയാ? അവർ സംസാരിക്കുന്ന അതേ ആക്സെന്റിലായിരിക്കോ? ഇല്ല, പ്രൊനൗൺസിയേഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. ഈവൻ ഒരു നോർത്ത് കേരളയിലെ ഒരാളും ഒരു സൗത്ത് കേരളയിലെ ഒരാളും സംസാരിക്കണം തമ്മിൽ എന്തുണ്ടാവും? ഡിഫറൻസ് ഉണ്ടാവും അല്ലേ? ഇതൊക്കെ മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഒരു മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ മാത്രം വർക്ക് ചെയ്താൽ പോരാ. ആര് വേണം? അയാളുടെ കൂടെ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ് നടക്കണമെന്നുണ്ടെങ്കിൽ ലിംഗ്വിസ്റ്റിക്സ് പഠിച്ച ഒരാൾ വേണം. ഡിഫറെൻറ്റ് ലാംഗ്വേജ് ആക്സെൻസിനെ കുറിച്ച്, വേരിയൻസിനെ കുറിച്ച്, പ്രൊനൗൺസിയേഷൻസിനെ കുറിച്ച് അറിയുന്ന, ഭാഷാശാസ്ത്രം അറിയുന്ന ആൾ വേണം. അപ്പോൾ ലിംഗ്വിസ്റ്റിക്സ് പഠിച്ച ആൾക്ക് സ്കോപ്പ് ഉണ്ടോ? ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ? ഉണ്ട്. പ്രൊവൈഡഡ് അയാൾ ആരെ കൂടെ വർക്ക് ചെയ്യേണ്ടത്? ഒരു മെഷീൻ ലേണിംഗ് എഞ്ചിനീയറെ കൂടെ വർക്ക് ചെയ്യേണ്ടത്. നാച്ചുറൽ സയൻസസ്, ബയോളജി പഠിച്ച ആളുകളെ വേണം. ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്, കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഡയബറ്റിക് റെറ്റിനോപ്പതി എന്നുള്ളത് നമ്മുടെ കണ്ണിന് കാഴ്ച ഇല്ലാതാക്കുന്ന ഒരു അസുഖമാണ്. ഇന്ന് ഗൂഗിളിൻ്റെ ഒരു റിസർച്ച് ഉണ്ട്, ഡയബറ്റിക് റെറ്റിനോപ്പതി 10 കൊല്ലം മുമ്പ് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് അറിയാം നിങ്ങൾക്ക്? കണ്ണിലെ നെർവിൻ്റെ പാറ്റേൺസ് നോക്കിയിട്ട്, ഈ പറഞ്ഞ പോലെ ഡാറ്റയാണ്, 10,000-കണക്കിന് ലക്ഷക്കണക്കിന് പേഷ്യൻസിൻ്റെ ഡാറ്റ എടുത്തിട്ട് കണ്ണിലെ നെർവ്സിൻ്റെ പാറ്റേൺസ് നോക്കിയിട്ട് 10 കൊല്ലം കഴിഞ്ഞാൽ ഇയാൾക്ക് ഈ അസുഖം വരുമോ ഇല്ലയെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ആരെ കൂടെ ഗൂഗിൾ വർക്ക് ചെയ്തെന്ന് അറിയോ? ഇന്ത്യയിലുള്ള അരവിന്ദ് ഐ ഹോസ്പിറ്റലിൻ്റെ കൂടെ. അതായത് ഇന്ന് ബയോളജി പഠിച്ച അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആയിട്ടുള്ള ആളുകളെ, ഒഫ്താൽമോളജി പഠിച്ച ആൾക്കാർ ആവശ്യമുണ്ട്. ആരെ കൂടെ വർക്ക് ചെയ്യാൻ? മെഷീൻ ലേണിംഗ് എഞ്ചിനീയേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ ഏതെങ്കിലും ഒരു ഏരിയയിൽ സ്പെഷ്യലൈസ് ചെയ്യുക എന്നുള്ളതിൽ കൂടെ പ്രധാനമാണ് ഇന്റർ ഡിസിപ്ലിനറി ആയിട്ട് മാറുക എന്നുള്ളത്. നിങ്ങൾ എന്ത് പഠിക്കുകയാണെങ്കിലും അതിൻ്റെ കൂടെ വേറെയും കുറേ കാര്യങ്ങൾ അസോസിയേറ്റ് ചെയ്ത് പഠിക്കുക. അത് മേ ബി മാർക്കറ്റിംഗ് ആവാം, മേ ബി മെഷീൻ ലേണിംഗ് ആവാം, മേ ബി എഞ്ചിനീയറിംഗ് ആവാം, റൈറ്റ്? പല കാര്യങ്ങൾ പഠിക്കുക. അങ്ങനത്തെ ആളുകൾക്ക്, ജനറലിസ്റ്റുകളായിട്ടുള്ള ആളുകൾക്കാണ് ഒരു സബ്ജക്ട് എക്സ്പേർട്സ് എന്ന് പറഞ്ഞാൽ, ഒന്നുകിൽ നമുക്ക് എന്ത് വേണം? എക്സ്ട്രീം സബ്ജക്ട് എക്സ്പെർട്ടീസ് വേണം, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും ഒന്ന് അത്യാവശ്യം ഒരു കുറച്ച് 2-3-4 കാര്യങ്ങളുടെ ഒരു കഴിവ് നമുക്ക് വേണം. ഓക്കെ, അപ്പോൾ ഇന്റർ ഡിസിപ്ലിനറി ആയിട്ട് പോകും. അന്നത്തെ കാലത്ത് ലേണിങ്ങിന്
ബൗണ്ടറീസ് ഇല്ലാത്തൊരു ലോകത്താണ് ജീവിക്കുന്നത്. ലേണിംഗ് എന്നുള്ളത് ക്ലാസ് മുറികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന, ക്യാമ്പസുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. നിങ്ങൾ ഏത് കോളേജിൽ പോകുകയാണെന്നുണ്ടെങ്കിലും ഇന്ന് ഓൺലൈനിൽ ലേണിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടാണ്. ഇതിൽ പലതും സ്വന്തമായി പഠിച്ചെടുക്കുന്ന കാര്യങ്ങളാണ്. അതായത് എന്തെങ്കിലും ഒരു കാര്യം പഠിപ്പിക്കുക എന്നുള്ളൊരു ഒരു കാലം തീർന്നു. പകരം ഇന്നൊരു പോർട്ട്ഫോളിയോ ആണ്. നമ്മുടെ ഒരു വർക്കിന്റെ പോർട്ട്ഫോളിയോ നമ്മൾ ഉണ്ടാക്കുക. അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് ഞാൻ എന്താണ് ചെയ്തത്, മേ ബി കഴിഞ്ഞ ഒരു 10 വർഷം കൊണ്ട് ഞാൻ എന്താണ് ചെയ്തത്. ഓക്കെ, ഞാൻ ഇന്റലിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഐ ഡിസൈൻ CPU ആൻഡ് GPUs. എൻ്റെ പോർട്ട്ഫോളിയോയിൽ ഒരു കാര്യമാണ് അല്ലേ. ഒരു യൂട്യൂബ് ചാനൽ 100K സബ്സ്ക്രൈബേഴ്സ് വെച്ച് ഉണ്ടാക്കി. ഇതെന്താണ്? ഇത് വേറൊരു ഏരിയയാണ്. ഇതാര് ബിൽഡ് ചെയ്തത്? ഞാൻ തന്നെ ബിൽഡ് ചെയ്താണ് അല്ലേ. ഒരു കമ്പനി, ഒരു $1 million റവന്യൂ ഉള്ള ഒരു കമ്പനി, XNY Learning എന്ന് പറഞ്ഞ കമ്പനി ഫൗണ്ട് ചെയ്തു, ക്രിയേറ്റ് ചെയ്തു അല്ലേ. അതേപോലെ തന്നെ ഞാൻ 2 പേപ്പേഴ്സ് കഴിഞ്ഞൊരു 5 വർഷത്തിനിടയിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 2 റിസർച്ച് പേപ്പേഴ്സ് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു ഇൻസ്റ്റാ ഹാൻഡിൽ, സയന്റിഫിക് അല്ല, ഒരു 100K ഉള്ളൊരു ഇൻസ്റ്റാ ഹാൻഡിൽ ഞാൻ ഉണ്ടാക്കി. അതേപോലെ തന്നെ ഞാൻ പഠിപ്പിക്കാറുണ്ട്, റൈറ്റ്. അതേപോലെ തന്നെ ഒരു മൾട്ടിപ്പിൾ ഈവൻസ്, ഇതേപോലത്തെ ഈവൻസ് ഒരു 10,000+ ആൾക്കാരുള്ള ഈവൻസ് ഞാൻ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇതൊക്കെ എന്താണ്? ഇതിൽ എൻ്റെ ഹാർഡ് സ്കിൽസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ യൂട്യൂബ് ബിൽഡ് ചെയ്യുക, അല്ലെങ്കിൽ ടെക്നോളജിക്കൽ കാര്യങ്ങൾ ചെയ്യുക, റിസർച്ച് ചെയ്യുക. അപ്പുറത്ത് എൻ്റെ സോഫ്റ്റ് സ്കിൽസ് ഉണ്ട്, ഒരു ഈവൻറ്റ് കണ്ടക്ട് ചെയ്യുക അല്ലേ. ഇത് ഞാൻ വെറുതെ പറയുന്നല്ല, ഇത് ഞാൻ പ്രൂവ് ചെയ്തൊരു സാധനമാണ്. ഞാൻ പല സമയത്തായി ഞാൻ ചെയ്തൊരു കാര്യമാണ്. നിങ്ങൾ ആലോചിക്കേണ്ടത് ഒരു 10 കൊല്ലം കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ എന്തൊക്കെ പറയാനുണ്ടാവും. ഒരു 5 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ പറയാനുണ്ടാവും. ഇത് ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. ഒരു ബിൽഡ് എ പോർട്ട്ഫോളിയോ ഓഫ് വർക്ക്. നിങ്ങളുടെ വർക്കിനെ ഇതെന്താ കാരണം എന്നറിയോ? ചില ആൾക്കാർ റെസ്യൂമെ ഈ ബയോഡാറ്റ കാണുമ്പോൾ ഭയങ്കര രസം. നിങ്ങൾ ആ സ്റ്റേജിൽ എത്തിയിട്ടില്ല, എന്നാലും ഞാൻ പറയാം. ബയോഡാറ്റയിൽ എഴുതും ഐ ആം സ്മാർട്ട്, ഹാർഡ് വർക്കിംഗ്, എന്താ പറയുക, വെരി ക്രിയേറ്റീവ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഇങ്ങനെ എഴുതിയേക്കും. സ്മാർട്ട്, ഹാർഡ് വർക്കിംഗ്, ക്രിയേറ്റീവ് എന്ന് എഴുതാൻ ഇപ്പോൾ എല്ലാവർക്കും പറ്റും അല്ലേ. ഹൗ ഡു യു പ്രൂവ് ദാറ്റ് യു ആർ സ്മാർട്ട്? ഹൗ ഡു യു പ്രൂവ് ദാറ്റ് യു ആർ ഹാർഡ് വർക്കിംഗ്? ഹൗ ഡു യു പ്രൂവ് ദാറ്റ് യു ആർ റെസിലിയൻറ്റ്? അത് നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളതിനനുസരിച്ചാണ്. അപ്പം ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക, ട്രൈ ഔട്ട് ചെയ്യുക, അതിനുള്ളൊരു സമയമാണ്. നിങ്ങളുടെ ഒരു 10-25 വയസ്സ് വരെയുള്ള ഒരു സമയം എന്നുള്ളത് ലേണിംഗ് ഈസ് ദ ന്യൂ സൂപ്പർ സ്കിൽ. ദ ഇറ ഓഫ് ടീച്ചിങ് ഈസ് ഓവർ. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചു തരേണ്ട ഒരു കാലഘട്ടം കഴിഞ്ഞു. ഇനി അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. ലോകം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ടീച്ചിങ് അല്ലെങ്കിൽ അക്കാഡമിക്സ്, യൂണിവേഴ്സിറ്റി എപ്പോഴും കുറച്ച് പിന്നിലായിരിക്കും. കാരണം അക്കാഡമിക്സിന് ഒരിക്കലും ഇൻഡസ്ട്രിയുടെ കൂടെ ഓടിയെത്താൻ സാധിക്കൂല. ഇൻഡസ്ട്രി ഈസ് വെൽ ഫണ്ടഡ്, പ്രോഫിറ്റ് മോട്ടീവ്ഡ് ആണ്. അക്കാഡമിക്സ് അങ്ങനെയല്ല. അക്കാഡമിക്സ് റൺ ചെയ്യുന്നത് പ്രോഫിറ്റ് മോട്ടീവിലല്ല. അതുകൊണ്ട് അക്കാഡമിക്സിന് എപ്പോഴും ഇൻഡസ്ട്രിയുടെ കൂടെ ഓടിയെത്താൻ സാധിക്കൂല. അപ്പം പുതിയ കാര്യങ്ങൾ, പുതിയ സ്കിൽസ്, പുതിയ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ലേൺ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി മാറും. അപ്പം നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്, റൈറ്റ്. ആൻഡ് യു നെവർ ലേൺ അൺലെസ് യു ട്രൈ ഓർ ഫെയിൽ. പുതിയ കാര്യങ്ങൾ എങ്ങനെ പഠിക്കാൻ സാധിക്കൂല? ട്രൈ ചെയ്യാതെ, ഫെയിൽ ആവാതെ ഒരു പുതിയ കാര്യം പഠിക്കാൻ സാധിക്കൂല. ഇത് നമ്മൾ ആദ്യം അൾട്ടിമേറ്റ്ലി മനസ്സിലാക്കണം. എന്ത് കാര്യം പഠിക്കണമെന്നുണ്ടെങ്കിലും നമ്മൾ ട്രൈ ചെയ്യണം. ഇതേതറിയോ നിങ്ങൾക്ക്? ഓക്കെ, ഇദ്ദേഹം യാഹു എന്ന് പറയുന്ന കമ്പനിയിൽ ഒരു എഞ്ചിനീയർ ആയിരുന്നു. യാഹു എന്നുള്ളത് വലിയൊരു ഇന്റർനെറ്റ് കമ്പനി ആയിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് പൂട്ടിപ്പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാവർക്കും യാഹു മെയിലൊക്കെ ആയിരുന്നു മുമ്പുണ്ടായിരുന്നത്. പുള്ളിക്ക് യാഹുന്ന് ജോലി പോയി. ദെൻ ഹി ട്വീറ്റഡ്, ഗോട്ട് ഡിനൈഡ് ബൈ ട്വിറ്റർ ഹെഡ്ക്വാർട്ടേഴ്സ്, ഇറ്റ്സ് ഓക്കെ, വുഡ് ഹാവ് ബീൻ എ ലോങ് കമ്മ്യൂട്ട്. പുള്ളി ട്വിറ്ററിൽ ഇന്റർവ്യൂവിന് പോയി. ഓക്കെ, ട്വിറ്ററിൽ ഇന്റർവ്യൂവിന് പോയി, ട്വിറ്റർ എടുത്തില്ല. അപ്പോൾ പുള്ളി എന്ത് ചെയ്തു? ട്വീറ്റ് ചെയ്തു. നമ്മളൊക്കെ തോറ്റാൽ ട്വീറ്റ് ചെയ്യോ, അല്ലെങ്കിൽ സ്റ്റോറി ഇടോ? ഞാൻ ഇന്ന് മാത്സ് പരീക്ഷയായിരുന്നു, ഭയങ്കര ടഫായിരുന്നു, ഞാൻ പൊട്ടുമെന്നാണ് വിചാരിക്കുന്നത്, അല്ലെങ്കിൽ പൊട്ടി, എനിക്കിന്ന് മാത്സ് പരീക്ഷയുടെ പേപ്പർ കിട്ടി, 80ൽ 20 മാർക്ക് മാത്രമാണുള്ളത്, ദാറ്റ്സ് ഓക്കെ എന്നൊക്കെ പറഞ്ഞ സ്റ്റോറി ഇടോ? ഇല്ല. മൂപ്പര് ചെയ്തത് അതാണ്. മൂപ്പര് സ്റ്റോറി, മൂപ്പര് ട്വിറ്ററിൽ പബ്ലിക്കായി ട്വീറ്റ് ചെയ്തെന്ത്, ഇന്റർവ്യൂവിന് പോയി, പൊട്ടി, കിട്ടിയില്ല, ദാറ്റ്സ് ഓക്കെ. എന്തൊക്കെയായാലും എന്താണ്, വുഡ് ഹാവ് ബീൻ എ ലോങ് കമ്മ്യൂട്ട്, കിട്ടിയാലും വലിയൊരു യാത്രയായേനെ, അതുകൊണ്ട് എന്തില്ല, കിട്ടാതിൽ വലിയ കുഴപ്പമില്ല. ഓക്കെ, അടുത്തത് പുള്ളി ഇന്റർവ്യൂവിന് പോയി. എവിടെയെന്നറിയോ? ഫേസ്ബുക്ക് ടേൺ മീ ഡൗൺ. വീണ്ടും പറയുന്നത്, ഫേസ്ബുക്കിൽ ഇന്റർവ്യൂവിന് പോയി, കിട്ടിയില്ല. ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ടു കണക്ട് വിത്ത് സം ഫാന്റാസ്റ്റിക് പീപ്പിൾ, ലുക്കിംഗ് ഫോർവേഡ് ടു ലൈഫ്സ് നെക്സ്റ്റ് അഡ്വഞ്ചർ. ഇത് ഭയങ്കര ഒരു ആറ്റിറ്റ്യൂഡാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് വലിയൊരു ആറ്റിറ്റ്യൂഡാണ് അല്ലേ. ഫേസ്ബുക്ക് പോയി, കിട്ടിയില്ല. എന്താ മൂപ്പരുടെ നെക്സ്റ്റ് അഡ്വഞ്ചർ? എന്താണ്? വാട്സാപ്പ് തുടങ്ങിയത് ബ്രയാൻ ആക്ടനാണ്. വാട്സാപ്പിന്റെ ഫൗണ്ടറാണ് നിങ്ങൾ ജസ്റ്റ് കണ്ടത്. വാട്സാപ്പിന്റെ ഫൗണ്ടർക്ക് ട്വിറ്ററിൽ ജോലിക്ക് പോയി കിട്ടിയില്ല, ഫേസ്ബുക്കിൽ ജോലിക്ക് പോയി കിട്ടിയില്ല, എന്നിട്ട് മുമ്പ് തുടങ്ങിയ സംഭവമാണ് എന്ത്? വാട്സാപ്പ്. ഹി ട്രൈഡ്, ഹി ഫെയിൽഡ്, ഹി റീലേൺഡ്. ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇതിൽ രസകരമായ കാര്യം എന്താ അറിയോ? ഈ വാട്സാപ്പിന് ആരാ വാങ്ങിയത്? വാട്സാപ്പ് ഇപ്പോൾ ഏത് കമ്പനിയുടെ അണ്ടറല്ല? ഫേസ്ബുക്ക്, മെറ്റ. ഏത് മെറ്റ? മൂപ്പർക്ക് ജോലി കൊടുക്കാത്ത മെറ്റ. എത്ര ഡോളറിനാണ്, എത്ര പൈസക്കാണ് വാട്സാപ്പിനെ ഫേസ്ബുക്ക് വാങ്ങിയത്? $15 billion. $15 billion എന്ന് പറഞ്ഞാൽ ഏകദേശം 1.5 ലക്ഷം കോടി രൂപ. ഓക്കെ,
അതായത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കണക്കുണ്ട്. ഇയാൾ അന്ന് ജോലിക്ക് എടുത്തിരുന്നെങ്കിൽ ഇയാൾക്ക് 19,000 വർഷം ജോലി ചെയ്താൽ കൊടുക്കേണ്ട സാലറിയാണ് എന്ത്, $15 ബില്യൺ എന്നുള്ളത്. 19,000 വർഷം ജോലി ചെയ്താൽ കിട്ടുന്ന സാലറി. ദാറ്റ്സ് നേരത്തെ പറഞ്ഞ പോലെ ഇമ്പോർട്ടൻസ് ഓഫ് ക്രിയേറ്റിംഗ് വാല്യൂ ഇൻ സംതിങ്. വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. റൈറ്റ്. അപ്പോൾ നമുക്കൊരു പ്ലാൻ വേണം. ഒരു പ്ലാൻ അല്ല, വി ഷുഡ് ഹാവ് എ പ്ലാൻ ABC. ഞാൻ ഈ അടുത്ത് ചെയ്തൊരു ഇൻ്റർവ്യൂ ആണ്. ഹനാൻ എന്നാണ് ഈ കുട്ടിയുടെ പേര്. നിങ്ങൾ പോയൊന്ന് കാണണം. നിങ്ങൾ എത്ര ആൾക്കാർ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് പോയി കാണണം. നിർബന്ധമായിട്ടും പോയി കാണണം. ഞാനൊരു 15 മിനിറ്റ് കുട്ടിയോട് സംസാരിക്കാന്ന് വെച്ചിട്ട് ഓൺലൈനിൽ സൂമിൽ ഇരുന്നതാണ്. പക്ഷേ 50-ലധികം മിനിറ്റ് അവൾ സംസാരിച്ചു. ഞാൻ അങ്ങനെ ഉണ്ടായിരുന്നിട്ടുള്ളൂ. അവൾ സംസാരിച്ചു. +2 കഴിഞ്ഞു. നീറ്റ് കോച്ചിങ്ങിന് പോയി. നീറ്റ് കിട്ടിയില്ല. അവൾ വിചാരിച്ചു ദാറ്റ്സ് ഓക്കെ. അവൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ BA ലിറ്ററേച്ചറിന് ജോയിൻ ചെയ്തു. കൊടുങ്ങല്ലൂരുള്ളൊരു പെൺകുട്ടിയാണ്, ഫാത്തിമ ഹനാൻ. ഓക്കെ, BA ലിറ്ററേച്ചറിന് ജോയിൻ ചെയ്തു. BA ലിറ്ററേച്ചറിന് ജോയിൻ ചെയ്ത സമയത്താണ് ഐസർ ബർഹാംപൂർ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ അഡ്മിഷൻ കിട്ടുന്നത്. അപ്പോൾ അവൾക്ക് തോന്നി ഞാൻ ലിറ്ററേച്ചറിനേക്കാളും നല്ലത് ബയോളജി പഠിക്കുകയാണ്. അങ്ങനെ ഐസർ ബർഹാംപൂർ ചേർന്നു. ഐസർ ബർഹാംപൂർ ചേർന്ന് 4 വർഷം അവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്ത് 5ാമത്തെ വർഷം പ്രൊജക്റ്റ് ചെയ്യണം. അപ്പോൾ സാധാരണ പ്രൊജക്റ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കണ കോളേജിൽ തന്നെയാണ്. അപ്പോൾ അവൾക്ക് തോന്നി എനിക്ക് പുറത്തെവിടെയും പോയി പ്രൊജക്റ്റ് ചെയ്യണം. അങ്ങനെ സംഭവം ഇല്ല, വേറെ എവിടെയും പോയി പ്രൊജക്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഒന്നും ഇല്ല. അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ കുറേ ആൾക്കാർക്ക് മെയിൽ അയച്ചു, എനിക്ക് പുറത്തൊരു യൂണിവേഴ്സിറ്റി പ്രൊജക്റ്റ് ചെയ്യാൻ അവസരം തരുമെന്ന്. ഞാൻ ചോദിച്ചു എത്ര ആൾക്ക് മെയിൽ അയച്ചു? അവളിനോട് പറഞ്ഞു ഞാൻ 100 ആൾക്കാർക്ക് മെയിൽ അയച്ചിട്ടുണ്ടാവും. 100 ആൾക്കാർക്ക് മെയിൽ അയച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ചോദിച്ചു എത്ര ആൾ റിപ്ലൈ ചെയ്യുന്നു? ഒരാൾ റിപ്ലൈ ചെയ്യുന്നു. 100-ൽ ഒരാൾ റിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് മീൻസ് 99 റിജക്ഷൻസ്. ആരാ റിപ്ലൈ തന്നത്? US-ലുള്ള ഹൊവാർഡ് ഹ്യൂഗ്സ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ഒരു പ്രൊഫസർ റിപ്ലൈ ചെയ്തു. നിങ്ങൾ ബയോളജി പഠിക്കുന്ന ആൾക്കാരുണ്ടോ? ഡ്രോസാഫില എന്ന് കേട്ടിട്ടുണ്ടോ? എന്താ ഫ്രൂട്ട് ഫ്ലൈ? എല്ലാ ബയോളജി റിസർച്ചും നടക്കുന്ന ഒരു സാധനമാണ് ഈ ഫ്രൂട്ട് ഫ്ലൈ അല്ലേ, ഫസ്റ്റ് റിസർച്ച് നടത്തുന്നത്. ഈ ഫ്രൂട്ട് ഫ്ലൈയിൽ റിസർച്ച് ചെയ്യുന്ന വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഹൊവാർഡ് ഹ്യൂഗ്സ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ജനീലിയ റിസർച്ച് സെന്റർ എന്നുള്ളത്. അപ്പോൾ അവൾക്ക് അവിടെ പ്രൊജക്ട് ചെയ്യാൻ അവസരം കിട്ടുകയാണ്. അങ്ങനെ US-ലോട്ട് ഫുള്ളി ഫണ്ടഡ് ആയിട്ട് 5th ഇയർ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി US-ൽ പോകുന്നു. അവർ ഫ്ലൈറ്റ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. US പോയപ്പോൾ ആൾക്ക് തോന്നി US പോയി പഠിക്കാം, PhD അവിടെ ചെയ്യാം. അപ്പോൾ അങ്ങനെ PhDക്ക് വേണ്ടിയിട്ട് അവിടെ 5 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അപ്ലൈ ചെയ്തു. 4 അടുത്ത് കിട്ടി. ഒന്ന് മാക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട്, രണ്ടാമത് ടെക്സാസ് A&M, ഇതൊക്കെ US-ലെ ടോപ്പ് യൂണിവേഴ്സിറ്റീസ് ആണ്. മൂന്നാമത്തത് UC സാൻഡിയാഗോ, യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ സാൻഡിയാഗോ. 4-മത്തത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ഫുള്ളി ഫണ്ടഡ് ആയിട്ട് PhD ചെയ്യാണ്. അന്ന് US പോകാൻ നിൽക്കുന്ന ദിവസം രാവിലെ സൂമിൽ ഞങ്ങൾ എടുത്തൊരു കോള് ഞാൻ വീഡിയോ ആക്കി മാറ്റിയതാണ്. ഒന്ന് പോയി കണ്ടു നോക്കുക. നിങ്ങൾക്ക് എന്താ, അവളിനോട് പറഞ്ഞു നിങ്ങൾക്ക് മുട്ടാവുന്ന വാതിലുകൾ മുഴുവൻ മുട്ടാതെ ചെയ്യാനുള്ളത്. 100 ആക്കി മെയിൽ അയക്കണം എന്നുണ്ടെങ്കിൽ എന്തൊരു എഫേർട്ട് വേണ്ടി വരും. പക്ഷെ ട്രൈ ചെയ്യാത്തവർക്കുള്ളതല്ല ജീവിതം. നീറ്റ് കിട്ടിയില്ല, കുഴപ്പമില്ല, ഇംഗ്ലീഷിന് പോവാം, ഇംഗ്ലീഷ് കുഴപ്പമില്ല, ബയോളജിക്ക് പോവാം, എന്നിട്ട് എന്ത് ചെയ്യാം, US-ൽ പോയേക്കാം. എന്നിട്ട് ഞാൻ ചോദിച്ചു ഹാർവാർഡിൽ PhD കഴിഞ്ഞിട്ട് എന്തിനു പോവും? ആൾ പറഞ്ഞോട് എവിടെയെങ്കിലുമൊക്കെ പ്രൊഫസർ ആയില്ലെങ്കിൽ എന്ത് ചെയ്യും? വന്നിട്ട് മേ ബി എനിക്ക് UPSC ഒന്ന് ട്രൈ ചെയ്യാം, സിവിൽ സർവീസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ ഞാൻ അത്ര പോസിറ്റീവ് ഉണ്ടല്ലോ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ലൈഫിൽ രക്ഷപ്പെട്ടു പോകും. ഈ ആറ്റിറ്റ്യൂഡാണ് പ്രധാനം. ഓക്കെ, ഈ ഒരു ആറ്റിറ്റ്യൂഡ് പ്രധാനം. നിങ്ങൾക്ക് കുറച്ചൊരു പോസിറ്റിവിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് അവളെ കൂടെയുള്ള ഇന്റർവ്യൂ നിങ്ങളൊന്ന് കണ്ടുനോക്കാം. നിങ്ങൾക്ക് ലൈഫിൽ അപാരമായ പോസിറ്റിവിറ്റി കിട്ടും. ഓക്കെ, അപ്പോൾ ഹനാനെ പോലെ ഒരു പ്ലാൻ അല്ല, ഒരു പ്ലാൻ ABC ഉണ്ടാവുക. CUT അല്ലെങ്കിൽ JEE. CUT ആണെങ്കിൽ ഇന്ന കോളേജ്, CUT കിട്ടിയില്ലെങ്കിൽ ഇന്ന കോളേജ് അല്ലേ, അല്ലെങ്കിൽ ഇന്ന് നോക്കാം. ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു പോകും. ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇത് നേരത്തെ പറഞ്ഞ ഹ്യൂമൻ സ്കിൽസിൽ പെട്ട കാര്യമാണ്, സോഫ്റ്റ് സ്കിൽസിൽ പെട്ട ഒരു കാര്യമാണ്. റൈറ്റ്? ഇത് ലൈഫിലെ വലിയൊരു മിത്താണ്. എന്താണ്? 21-ാമത്തെ വയസ്സിൽ ലൈഫ് സെറ്റാവും ആവോ? അങ്ങനെ സംഭവമൊന്നുമില്ല. നമ്മൾ എന്ത് കോഴ്സ് എടുക്കുമ്പോഴും നമ്മൾ ആലോചിക്കുന്ന വിഷയം എന്താണ്? എങ്ങനെങ്കിലും എന്ത് ചെയ്യണം? പെട്ടെന്നൊരു ജോലി കിട്ടണം. എന്താ നമ്മുടെ ലക്ഷ്യം? ഒരു 1 ലക്ഷം രൂപയെങ്കിലും ശമ്പളം വേണം അല്ലേ? 1 ലക്ഷം രൂപയെങ്കിലും ശമ്പളം വേണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇന്ന് വളരെ ഹോട്ടായിട്ടുള്ളൊരു കോഴ്സാണ് MBBS എന്നുള്ളത്. ഒരു MBBS കഴിഞ്ഞ ആൾക്ക് എത്ര രൂപ സാലറി കിട്ടും? ഒരു 10-75,000 രൂപ മാസം സാലറി കിട്ടും. ഓക്കെ, 70,000 രൂപ സാലറി മോശമൊന്നുമല്ല. പിന്നെ എന്തുകൊണ്ടാണ് MBBS കഴിഞ്ഞിട്ട് ആൾക്കാർ PGക്ക് പോണത്? കുറച്ചുകൂടി നല്ല സാലറി കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? കുറച്ച് കഷ്ടപ്പെട്ട് PG ചെയ്യണം അല്ലേ? അപ്പൊ ആ MBBS ഡോക്ടർക്ക് ലൈഫ് സെറ്റ് ആവണം എന്നുണ്ടെങ്കിൽ ഹി ഷുഡ് ഗോ ത്രൂ എ പാത്ത്. അപ്പൊ 21-ാമത്തെ വയസ്സിൽ നിങ്ങൾ എന്ത് കോഴ്സ് ചെയ്യുകയാണെങ്കിലും, BTech ചെയ്യാണ്, അതേപോലെ തന്നെ നിങ്ങൾ എഞ്ചിനീയറിംഗ് ചെയ്യാണ്, മെഡിസിൻ ചെയ്യാണ്, 21-ാമത്തെ വയസ്സിലൊന്നും നമ്മൾ രക്ഷപ്പെടാൻ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ഒരു കംപ്ലീറ്റ് ആവാൻ പോണില്ല. അതിനെന്ത് വേണം? നമ്മൾ ഇരുന്ന് വർക്ക് ചെയ്യാനേ വേണം. ഓക്കെ, അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഒരു ബിഗ്ഗസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്താണ്. ഒരു സെറ്റ് ലൈഫ് വേണമെന്ന് പറയുമ്പോൾ തന്നെ ഈ പറഞ്ഞ ത്രബിത് ബൻസാലിന്റെ കാര്യം ഞാൻ പറഞ്ഞു. നമ്മുടെ ലൈഫിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്താണ്?
നമ്മുടെ ലൈഫിലെ ബിഗ്ഗസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത്, ഇപ്പം നിങ്ങൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവരിൽ ഫൈനാൻഷ്യലി നല്ല ഫാമിലിയിൽ നിന്ന് വരുന്നവരുണ്ടാവാം, ഫൈനാൻഷ്യലി ചിലപ്പോൾ മോശപ്പെട്ട ഫാമിലിയിൽ നിന്ന് വരുന്നവരുണ്ടാവാം. നിങ്ങളെ പാരൻസിൽ ഡിഗ്രി ഉള്ളവരുണ്ടാവും, PG ഉള്ളവരുണ്ടാവും, PhD ഉള്ളവരുണ്ടാവും, ചിലപ്പോൾ സ്കൂളിൽ മാത്രം പോയവരുണ്ടാവാം. വ്യത്യസ്തങ്ങളായിട്ടുള്ള ജീവിത ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് നിങ്ങളെല്ലാവരും വരുന്നത്, അല്ലേ? പക്ഷെ നമുക്ക് എല്ലാവർക്കും ദൈവം ഒരേപോലെ തന്ന ഒരൊറ്റ റിസോഴ്സ് ഉണ്ട്. ഇതിൻ്റെ പേരാണ് സമയം എന്നുള്ളത്. സമയം. ഈ സമയം നമ്മൾ എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ ലൈഫിൽ എവിടെ എത്തുന്നു എന്നുള്ളതിൽ നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സമയം നമ്മൾ എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, ഞാൻ 3-4 മാസങ്ങൾക്ക് മുമ്പ് നസീഫ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടു. നസീഫിനായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ പറ്റുകയാണെങ്കിൽ പോയി കാണാം. നല്ല കോൺവെർസേഷനാണ്. നസീഫ് ഒരു കോമൺ സ്കൂളിലൂടെ പഠിച്ചു വന്ന ഒരാൾ പോലല്ല. നസീഫ് ഒരു പള്ളി ദർസിലൂടെ പഠിച്ചു വന്ന ആളാണ്. കേട്ടിട്ടില്ല നിങ്ങൾ? പള്ളി ദർസിൽ പഠിച്ച് UG വരെ, ഡിഗ്രി വരെ പള്ളി ദർസിൽ പഠിച്ച ആളാണ്. അത് കഴിഞ്ഞിട്ട് നസീഫിന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ് നല്ലൊരു കോളേജിൽ പോകാൻ. ഏതാ കോളേജ്? IIT ഗാന്ധിനഗർ. IIT ഗാന്ധിനഗർ ഹ്യൂമാനിറ്റീസ് ആണ്. IIT ഗാന്ധിനഗറിൽ കൾച്ചറൽ സ്റ്റഡീസ് പഠിക്കാൻ വേണ്ടിയിട്ട് നസീഫ് പോകുന്നു. ഇങ്ങനെ കോഴ്സുകളുണ്ട്, കൾച്ചറൽ സ്റ്റഡീസ്. ഓക്കെ, അവിടുന്ന് നസീഫിന് ജോലി കിട്ടുന്നു. എവിടെ? ISB എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട്, ഇന്ത്യൻ സ്കൂൾ ഓഫ് ബിസിനസ്. IIM പോലെ ഇന്ത്യയിലെ ടോപ്പ് B സ്കൂളിലൊന്നാണ്. അവിടെ 1 ലക്ഷം രൂപ ശമ്പളം, ജോലി കിട്ടുന്നു. നേരത്തെ പറഞ്ഞ പോലെ ലൈഫ് സെറ്റ്. നസീഫിനോട് പറഞ്ഞു, ഞാൻ ആ ജോലി രാജിവെച്ചു. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു അറബിക് കോളേജിൽ പഠിപ്പിക്കാൻ വേണ്ടി ചേർന്നു. മാസം ശമ്പളം 6000 രൂപ. ദിവസം 2 മണിക്കൂർ പഠിപ്പിച്ചാൽ മതി. മാസ ശമ്പളം എത്ര? 1 ലക്ഷത്തിൽ നിന്ന് 6000 രൂപ. നസീഫിന് എന്താണ് നിങ്ങളൊരു അഭിപ്രായം നസീഫിനെ കുറിച്ച്? നസീഫ് ഒരു മടിയനാണ്, നസീഫ് ഒരു മണ്ടനാണ്, അല്ലേ? എങ്ങനെയൊക്കെ നമുക്ക് പറയാം, അല്ലേ? നസീഫ് ഇപ്പോൾ എവിടെ അറിയാം നിങ്ങൾക്ക്? നസീഫ് ഇപ്പോൾ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ അവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റിലീജിയനിൽ 6.5 കോടി രൂപ ഫണ്ടിങ്ങോട് കൂടിയിട്ട് PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 6.5 കോടി രൂപ ഫണ്ടിങ്. എന്താണ് വിഷയം? നസീഫിന് എന്താ വേണ്ടെന്ന് പറയാം. നസീഫ് പറഞ്ഞു, ഞാൻ എന്തിനാ 1 ലക്ഷം രൂപയുടെ ജോലി രാജിവെച്ചത്? ഐ വാണ്ടഡ് മൈ ടൈം ബാക്ക്. എൻ്റെ സമയം എനിക്ക് തിരിച്ചു വേണമായിരുന്നു. 1 ലക്ഷം രൂപയുടെ ശമ്പളം വാങ്ങുമ്പോൾ അതിനനുസരിച്ച് പണിയെടുക്കണം. 6000 രൂപയുടെ ശമ്പളത്തിന് 2 മണിക്കൂർ പണിയെടുത്താൽ മതി. ബാക്കി സമയം വെറുതെ ഇരിക്കാനല്ല. പിന്നെന്തിനാ? ബാക്കി സമയം സോഷ്യൽ മീഡിയയിൽ നോക്കാനോ, ബാക്കി സമയം ഇൻസ്റ്റാഗ്രാമിൽ നോക്കാനോ, യൂട്യൂബിൽ വീഡിയോ കാണാനോ അല്ല. ബാക്കി സമയം എന്തിനാണ്? എനിക്ക് അവിടെ PhDക്ക് ചേരണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ള കുറച്ച് പ്രിപ്പറേഷൻ, പേപ്പേഴ്സ്, റിസർച്ച്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാനുണ്ട്. ആ ഇൻവെസ്റ്റ്മെന്റ് ആണ് ആരെവിടെ കാണുന്നത്? നസീഫിന്റെ ലൈഫിൽ നമ്മളിപ്പോൾ കാണുന്നത്, അല്ലേ? നിങ്ങളുടെ ബിഗ്ഗസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്താണ്? നിങ്ങളുടെ സമയമാണ്. നിങ്ങൾക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ഉള്ളത് എന്താണ്? സമയമാണ്. ബാക്കി എല്ലാവർക്കും വേണ്ടത് നിങ്ങളുടെ സമയമാണ്. ഇൻസ്റ്റാഗ്രാമിന് വേണ്ട നിങ്ങളുടെ സമയമാണ്, യൂട്യൂബിന് വേണ്ടത് നിങ്ങളുടെ സമയമാണ്, സോഷ്യൽ മീഡിയക്ക് വേണ്ടത് നിങ്ങളുടെ സമയമാണ്. റൈറ്റ്? നിങ്ങളുടെ സമയമാണ് നിങ്ങളുടെ ബിഗ്ഗസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, നിങ്ങളുടെ മൂലധനം, നിങ്ങളുടെ ക്യാപിറ്റൽ. ആ സമയം നിങ്ങൾ എഫിഷ്യൻ്റ്ലി സ്പെൻഡ് ചെയ്യുക. ഒന്ന് പ്ലാൻ ചെയ്ത്, ഏത് എക്സാം ആവട്ടെ, നിങ്ങൾ ഏത് എക്സാമിന് പോകണമെന്ന് പറയാൻ ഞാനാളല്ല. മേ ബി യു വുഡ് ഹാവ് ഫിഗർ ഔട്ട്, ഇന്ന് മറ്റു ക്ലാസ്സിൽ നിങ്ങൾ ഫിഗർ ഔട്ട് ചെയ്തിട്ടുണ്ടാവും. ഏത് എക്സാമിനാണെങ്കിലും 2-3 പ്ലാൻ ഉണ്ടാക്കുക. അവിടെ എത്താൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ വർക്ക് നമ്മൾ പ്ലാൻ ചെയ്യുക. ആ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ അവിടെ എത്തിയില്ല എന്നുണ്ടെങ്കിൽ ആ വർക്ക് എത്തിക്ക് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായാൽ മതി. വർക്ക് ചെയ്യണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ടല്ലോ, അത് നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ തന്നെ അതിനെന്താണ്? ഇപ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ ചിന്തിക്കണ്ടാവും, ഇപ്പോൾ ഒരു IIT എത്തണം എന്നുണ്ടെങ്കിൽ ആം ഐ ഓൾറെഡി ലേറ്റ് ആയിരിക്കാം, എനിക്കറിയില്ല. ചിലപ്പോൾ അങ്ങോട്ട് ലേറ്റ് ആയിരിക്കാം. ചിലപ്പോൾ ഇവിടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി എത്താൻ അങ്ങോട്ട് ലേറ്റ് ആയിരിക്കാം. പക്ഷേ അടുത്തൊരു സ്റ്റെപ്പ് ഉണ്ടല്ലോ. അടുത്തൊരു സ്റ്റെപ്പ് എങ്ങനെ നമുക്ക് ബെറ്റർ പ്ലാൻ ചെയ്യാം? ഞാനിപ്പോൾ ഈ അടുത്ത് ഒരു പെൺകുട്ടി അതേപോലെ കണ്ടു. വീണ്ടും അവളുടെ വീഡിയോ യൂട്യൂബ് ചാനലുണ്ട്. ഫാത്തിമ എന്നാണ് ആ കുട്ടീൻ്റെ പേര്. കുറ്റ്യാടിക്കാരിയായിട്ടുള്ളൊരു പെൺകുട്ടി. അവൾ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് അസൂയ തോന്നി. എന്താ അറിയോ? അവൾ PG ചെയ്തത് 4 രാജ്യങ്ങളിലായിട്ടാണ്. ഒരൊറ്റ PG 2 വർഷത്തെ PG 4 സെമസ്റ്റർ 4 രാജ്യങ്ങളിൽ. എവിടേക്കാണെന്നറിയോ? 1 ഇറ്റലി, 1 ജർമ്മനി, 3 ഫ്രാൻസ്, 4 സ്വിറ്റ്സർലാൻഡ്. ഈ 4 രാജ്യങ്ങളിൽ ഓരോ സെമസ്റ്റർ. എങ്ങനെ കിട്ടുക? ഇറാസ്മസ് മുണ്ടസ് എന്ന് പറഞ്ഞ സ്കോളർഷിപ്പ് ഉണ്ട്. യൂറോപ്യൻ കൗൺസിൽ കൊടുക്കുന്ന ഇറാസ്മസ് മുണ്ടസ് എന്ന് പറഞ്ഞ സ്കോളർഷിപ്പ്. കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് യൂറോപ്പിൽ പഠിക്കാൻ പറ്റും. അവൾ പറഞ്ഞ വലിയ മാർക്കൊന്നുമല്ല വേണ്ടത്, അതിന് അപ്ലൈ ചെയ്ത് അതിന് വേണ്ടി ഒന്ന് കുറച്ച് എഫേർട്ട് ഇടണം. ഇപ്പോൾ UG അവൾ എനിക്ക് തോന്നുന്നു ഡൽഹി യൂണിവേഴ്സിറ്റിയിലോ JNUയിലോ എവിടെ ചെയ്തത്? ഡൽഹി യൂണിവേഴ്സിറ്റിയിലാന്ന് തോന്നുന്നുണ്ട്. അതിനുശേഷം JNUയിൽ പോയിട്ട് റിസർച്ച് ചെയ്യുന്നു കുറച്ച് കാലം. എന്തിനു വേണ്ടിയിട്ട്? ഇതിന് വേണ്ടി ഈ പറഞ്ഞ പോലെ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളെ പ്രൊഫൈലാണ്, നിങ്ങളെ പോർട്ട്ഫോളിയോ ആണ് പ്രധാനം. നിങ്ങൾ എന്ത് വർക്ക് ചെയ്തു, നിങ്ങൾ എന്ത് റിസർച്ച് ചെയ്തു, നിങ്ങൾ എന്താ പ്രൂവ് ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വാട്ട് യു ഹാവ് ഡൺ ഇൻ ലാസ്റ്റ് 4-5 years. അതിന് വേണ്ട സമയമാണ്. സമയം ഇൻവെസ്റ്റ് ചെയ്യണം. അത് വെച്ചിട്ട് അവൾ അപ്ലൈ ചെയ്യുന്നു. ഫുള്ളി ഫണ്ടഡ് ആയിട്ടുള്ള ഇറാസ്മസ് മുണ്ടസ് സ്കോളർഷിപ്പ് കിട്ടുന്നു. ഫാത്തിമ, ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഉള്ള നാട്ടിലുള്ള നമ്മുടെ നാട്ടിലൊരു പെൺകുട്ടിയാണ്. അടിപൊളിയായിട്ട് അവൾ ഇന്ന് PG കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു PhDക്ക് ജോയിൻ ചെയ്തു തോന്നുന്നുണ്ട്.
റൈറ്റ്? ഇങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് പ്രിയപ്പെട്ട കുട്ടികളെ നമുക്ക് ചുറ്റുമുണ്ട്. ജസ്റ്റ് ദാറ്റ് വി ഷുഡ് റീച്ച് ഔട്ട് ടു ദാറ്റ്. നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് നമ്മൾ കുറച്ച് മെനക്കെട്ട് കുറച്ച് ഇടങ്ങാറായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ലൈഫിൽ വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. ആൻഡ് ദാറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. യുനോ, ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി നടന്നൊരു എക്സ്പെരിമെൻ്റ് ആണ്. മാർഷ്മെലോ ടെസ്റ്റ് എന്നാണ് പറയാം. അതായത് കുറച്ച് കുട്ടികളെ മുമ്പിൽ മാർഷ്മെലോ, നിങ്ങൾ അറിയാലോ, മാർഷ്മെലോ പറഞ്ഞാൽ പഞ്ഞുമിഠായി പോലത്തെ മിഠായി, അത് കൊണ്ടുപോയി വെച്ചു. അത് കൊണ്ടുപോയി വെച്ചിട്ട് അത് കഴിക്കാൻ പറഞ്ഞു. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കഴിക്കാം, ഒന്ന് കഴിക്കാം, അല്ലെങ്കിൽ 1 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. 1 മണിക്കൂർ ഈ മാർഷ്മെലോൻ്റെ മുമ്പിൽ ഇരിക്കണം കഴിക്കാതെ. വേറെ ഒന്നും തരൂല, അതിൽ നോക്കിയിരിക്കണം. 2 എണ്ണം തരും. 1 മണിക്കൂർ ഇരുന്നാൽ എന്ത് തരും? എത്ര എണ്ണം തരും? 2 എണ്ണം തരും. ഇപ്പം കഴിക്കുകയാണെങ്കിൽ 1 കഴിക്കും ചെയ്യാം. ഓക്കെ. ഇപ്പം ചില കുട്ടികൾ കൊതിമൂത്ത് അപ്പം തന്നെ കഴിച്ചു. ചില കുട്ടികൾ പാട്ട് പാടിയിട്ടും കഥ പറഞ്ഞിട്ടും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടൊക്കെ ഇരുന്ന് 1 മണിക്കൂർ കഴിഞ്ഞ് 2 എണ്ണം കിട്ടിയപ്പോൾ 2 എണ്ണം കഴിച്ചു. ഓക്കെ. എന്നിട്ട് ഈ കുട്ടികളെ വരെ ലൈഫ് ലോങ് കുറച്ചധികം ഫോളോ ചെയ്തു. ഓക്കെ. ആരാണ് ലൈഫിൽ ബെറ്റർ സക്സസ്ഫുൾ ആയത് അല്ലെങ്കിൽ ബെറ്റർ സ്ഥലങ്ങളിലെത്തിയത്? ആരാണ്? ഈ 2 എണ്ണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത കുട്ടികളായിരുന്നു. ഇതിനാണ് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയാം. ഒരു കാര്യം നേടണം എന്നുണ്ടെങ്കിൽ എന്താവശ്യമാണ്? കുറച്ച് മെൻ്റൽ സ്ട്രെങ്ത്തും എഫേർട്ടൊക്കെ ആവശ്യമാണ്. നമ്മൾ അൺഫോർച്ചുനേറ്റ്ലി ഒരു എന്താ പറയുക, ഒരു അറ്റൻഷൻ കറൻസിയുടെ, അറ്റൻഷൻ എക്കണോമിയുടെ ലോകത്ത് നമ്മൾ ജീവിക്കണം അല്ലേ? പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം, പെട്ടെന്ന് റീല് കാണണം, പെട്ടെന്നൊരു ഇത് ചെയ്യണം അല്ലേ? ഈ ഒരു സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ജീവിക്കുന്നത്. എന്നാൽ നേരെ മറിച്ച് ഇഫ് യു വാണ്ട് ടു അറ്റൈൻ സംതിങ് ദർ ഷുഡ് ബി എ സസ്റ്റൈൻഡ് എഫേർട്ട്. ഓക്കെ. ഒരു വലിയൊരു എഫേർട്ട് ഇടണം എന്നുള്ളത് ലൈഫിലെ യാഥാർത്ഥ്യങ്ങളിലൊന്നാണ്. റൈറ്റ്? സോ ദിസ് ഈസ് ഹൗ ഐ എൻഡ് മൈ ഓൾ ടോക്സ്. ഇഫ് യു ഡു വാട്ട് ഈസ് ഈസി യുവർ ലൈഫ് വിൽ ബി ഹാർഡ്. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ കുറേ സമയമുണ്ട്. ആ സമയത്ത് നിങ്ങളുടെ മുമ്പിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ ഈ CUETക്ക് ഒരു എഫേർട്ട് ഇടാം, JEEക്ക് ഒരു എഫേർട്ട് ഇടാം, നീറ്റിനൊരു എഫേർട്ട് ഇടാം, നല്ലൊരു കോളേജിലെത്താൻ ശ്രമിക്കാം. ഓർ യു ക്യാൻ ജസ്റ്റ് ഗോ ബാക്ക് ആൻഡ് വാച്ച് ദ റീൽസ്, യൂട്യൂബ് വീഡിയോസ്, വാട്ട് എവർ. യു ക്യാൻ വാച്ച് യുവർ ഫേവറേറ്റ് ഇൻഫ്ലുവൻസേഴ്സ്, അവരെ ഫോളോ ചെയ്തിരിക്കാം, സമയം അങ്ങനെ കളയാം. ഈസിയായ കാര്യം ഏതാണ്? CUETക്ക് എഫേർട്ട് ഇടുക എന്നുള്ളതാണോ? അല്ലെങ്കിൽ JEEക്ക് എഫേർട്ട് ഇടുക എന്നുള്ളതാണോ? അല്ല. ഈസിയായ കാര്യം എന്താണ്? ഈസിയായ കാര്യം നമ്മൾ സമയം വെറുതെ കില്ല് ചെയ്യുക എന്നുള്ളതാണ്. റൈറ്റ്? ആ സമയം നമ്മൾ വെറുതെ കില്ല് ചെയ്താൽ ഫ്യൂച്ചറിൽ നിങ്ങൾ ഒരുപാട് ഖേദിക്കേണ്ടി വരും. നിങ്ങൾ ആലോചിക്കും, ഒന്നും എവിടെ എത്താൻ സാധിച്ചില്ല, ഒന്നും ഏൺ ചെയ്യാൻ സാധിച്ചില്ല, ഇൻഡിപെൻഡൻ്റ് ആയി ജീവിക്കാൻ സാധിക്കുന്നില്ല അല്ലേ? നമ്മൾ ഒരുപാട് എഫേർട്ട് ഇട്ട് എവിടെ എത്തിയില്ല എന്ന് നമുക്ക് തോന്നൽ വരും. ബട്ട് ഇഫ് യു ഡു വാട്ട് ഈസ് ഹാർഡ്, നിങ്ങളുടെ ലൈഫിൽ ഒരു 25 വയസ്സ് വരെയുള്ള സമയം, ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ, നിങ്ങൾക്കൊരു ഫാമിലിയൊക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് 2 കൂട്ടരായാലും നിങ്ങൾക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടാവും. പക്ഷേ ഇപ്പം നിങ്ങൾ അടിപൊളിയായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്താൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ ലൈഫിൽ എവിടെയൊക്കെ എത്തും എന്നുള്ളത്, നിങ്ങളുടെ ലൈഫ് എങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടും എന്നുള്ളത്, നിങ്ങളുടെ ലൈഫ് എങ്ങനെയൊക്കെ മാറും എന്നുള്ളത്. ഓക്കെ. വെറുതെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇനി ഈവൺ നിങ്ങൾ ഭാവിയിൽ ഒരു കല്യാണത്തെക്കുറിച്ച് ആലോചിക്കുക. നിങ്ങൾ നല്ലൊരു കോളേജിൽ പോയിട്ട് നിങ്ങൾ പഠിച്ച ഒരാൾക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പുതിയാപ്പിള ആയിരിക്കോ, നിങ്ങൾ ഏതെങ്കിലും തല്ലിപ്പൊടി കോളേജിൽ പോയാൽ കിട്ടുന്ന പുതിയാപ്പിള എന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന പെൺകുട്ടികളെ ആലോചിക്കുക, അല്ലെങ്കിൽ ആൺകുട്ടികളെ ആലോചിക്കുക. നിങ്ങളുടെ ലൈഫിൽ എന്തുണ്ടാവും? നിങ്ങളുടെ ലൈഫിൽ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. എല്ലാ അർത്ഥത്തിലും മാറ്റങ്ങൾ ഉണ്ടാവും. ആ എഫേർട്ട് ഇപ്പോൾ ഇടുക എന്നുള്ളതാണ് പ്രധാനം. ഓക്കെ. ഇഫ് യു ഡു വാട്ട് ഈസ് ഹാർഡ് നൗ, യുവർ ലൈഫ് വിൽ ബി ഈസിയർ ഇൻ ദ ഫ്യൂച്ചർ. ഓക്കെ. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള. ഒരു പക്ഷേ ഒരു AI കാലഘട്ടത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുറേ AI പഠിക്കുക എന്നുള്ളതിലപ്പുറം എന്താണ്? വി ഹാവ് ടു വർക്ക് ഹാർഡ്, വി ഹാവ് ടു പുട്ട് കൺസിസ്റ്റന്റ് എഫേർട്ട്, വി ഹാവ് ടു ബിൽഡ് അവർ സോഫ്റ്റ് സ്കിൽസ്, വി ഹാവ് ടു ബിൽഡ് അവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ലീഡർഷിപ്പ് സ്കിൽസ്. ഈ കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനം. അതിലോട്ട് വർക്ക് ചെയ്യാൻ ഏറ്റവും പ്രധാനപ്പെട്ട കറൻസി നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങളുടെ സമയമാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എവരിവൺ നീഡ്സ് യുവർ ടൈം. ആ ടൈമിനെ നിങ്ങളുടെ ഒരു കൈക്കുള്ളിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ടാസ്ക്. ഡിഫറെൻറ്റ് പ്ലാൻസ് ഉണ്ടാക്കുക, വർക്ക് ഹാർഡ്, നല്ലൊരു വർക്ക് എത്തിക്ക് ഉണ്ടാക്കുക. ഇൻഷാല്ലാ യു വിൽ റീച്ച് സംവെയർ. ഓക്കെ. അപ്പോൾ ഇത്രയും സമയം നല്ല കുട്ടികളായിട്ട് എൻ്റെ മുമ്പിൽ ഈ ക്ലാസ്സിന് ഇരുന്നെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു നന്ദി പറഞ്ഞുകൊണ്ട് ഇത്തരമൊരു സെഷൻ സംഘടിപ്പിച്ച ഈ ഒരു സംഘാടകർ ലാ പ്രോക്സിമയെ, അദ്നാൻ ആൻഡ് ടീമിനെ അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും സക്സസ്ഫുൾ ആയ രീതിയിൽ എത്താൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. താങ്ക്സ് എ ലോട്ട്.